നിന്റെ സഹായം തേടി നിരമാദിത്വം അപേക്ഷിച്ചവരെ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാതകൻ ഞാനാണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർച്ചെന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിടണമേ. ആമേൻ. മിശിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷനറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങ് നേടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങേ പോലൻ ദൈവമേ ആരുണ്ടീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നിൻ പ്രാണപ്രിയനേ, അങ്ങോ മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങേ പോലൻ ദൈവമേ ആരുണ്ടീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടേണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടേണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. വിശുദ്ധ പൗലോസ്ലീഹ എഫെസ്തുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല,
വിശുദ്ധരുടെ സഹപൗരരും ദേവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഈശോയെ, ഞങ്ങളും അതുപോലെ സുശേഷമേകാനും വിളിക്കപ്പെട്ടവരാണല്ലോ. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും പ്രഘോഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മിശിഹ കൂട്ടായ്മയെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. മിശിഹ കുടുംബത്തിന്റെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപയുടെ ഇടയനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും മിശിഹയുടെ ആനിമേറ്ററായ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയും അവരുടെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. മിശിഹയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മീയ ഉപദേശവും പ്രോത്സാഹനങ്ങളും നൽകുന്ന ആലീസ് ചേച്ചിക്കും ടോമിച്ചിനെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ്. എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും മെന്റേഴ്സിനെയും ഉപകാരികളെയും അതോടൊപ്പം ഇന്റർനെറ്റ് സൂം സംവിധാനങ്ങൾ ഒരുക്കി തരുന്ന കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 10 ആഴ്ച കാലം ആത്മീയ ഉപദേശവും സമാപന ആശീർവാദവും നൽകിയ ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും ആത്മീയ നിറവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മിശിഹയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയെ അവിടുന്ന് ആശീർവദിക്കണമേ. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന 17ാമത്തെ ബാച്ചിലെ ഓരോ അംഗങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അനുദിനവും ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവെ, അടുത്ത 18ാമത്തെ ബാച്ചിനെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുവാൻ സമ്മതിക്കുന്ന ജീവനുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. അതേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലൂടെ നമ്മളെ തന്നെ ഒരുക്കുകയായിരുന്നു കർത്താവിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമ്മൾ അനുഭവിച്ച ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കൈമാറുവാനുമായിട്ടൊക്കെ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവസ്നേഹം എന്താണെന്നും ദൈവം എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവസ്നേഹം മനസ്സിലാക്കുവാനായിട്ട് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്നും നമ്മൾ കണ്ടു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി മലയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തതാണെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വാസം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാല് കർത്താവ് നമ്മളോട് വാഗ്ദാനം ചെയ്തിരുന്ന അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുമെന്നും അതുവഴി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമ്മുടെ സഭയുടെ പ്രഥമ ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുചേരുവാൻ സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷയില് നമ്മളെ ജപമാലയിലൂടെ നമ്മളെ നയിച്ച നമ്മുടെ ലിസി ചേച്ചിയും കുടുംബത്തെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യാണ്. ലിസി ചേച്ചിയും സനിച്ചേട്ടനെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വേണ്ടി വളരെ മനോഹരമായിട്ട് പ്രാരംഭഗാനം പാടിയ
ജിലി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ജിലി ചേച്ചിയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ബൈബിൾ വായനയും പ്രാർത്ഥനയും നടത്തിയ ആനി ചേച്ചിയെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കോഴ്സിന്റെ എല്ലാ നിത്യസത്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിന്റെ സമാപന സെഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ സെഷൻ സമാപിച്ചെങ്കിലും നമ്മുടെ ദൗത്യം ഇനിയും ആരംഭിക്കാൻ പോവുകയാണ്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത് പോലെ നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും ആ ഒരു ദൗത്യമാണ് നമ്മൾ ഇനി ആരംഭിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മിസിയോ കൂട്ടായ്മയുടെ രക്ഷാധികാരി അഭിവന്ദ്യ ജോയ് ആലപ്പാട്ട് പിതാവ്, അദ്ദേഹം ചിക്കാഗോ രൂപതയുടെ ഇടയനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിന് ഇടയിലും അദ്ദേഹം എപ്പോഴും നമ്മളോടൊപ്പം ആയിരിക്കുവാനായിട്ട്, നമ്മളോടൊപ്പം നമ്മളെ വഴി നടത്തുവാനായിട്ട് അദ്ദേഹം എപ്പോഴും നമ്മളോടൊപ്പം ഓടിയെത്താറുണ്ട്. ഇന്നും അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നതാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ആലപ്പുഴ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ ജെയിംസ് ആനപ്പറമ്പിൽ പിതാവ് നമ്മളോടൊപ്പം ചേരുന്നതാണ്. പിതാവിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയുള്ള ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ മിഷൻ കമ്മീഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് എലവത്തിങ്കൽ അച്ഛൻ, നമുക്ക് അച്ഛന്റെ ഒരു ദൗത്യം, അച്ഛൻ മിഷൻ കമ്മീഷൻ സെക്രട്ടറിയാണ്. അച്ഛന്റെ ദൗത്യത്തിലേക്ക് ചേർന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് അതിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് അച്ഛൻ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അനിമേറ്റർ അച്ഛൻ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയത്ത് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഇന്നത്തെ സെഷനിലേക്ക്, സമാപന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും നമ്മളോടൊപ്പം നമ്മുടെ മാർഗദർശിയായി നമ്മളെ വഴികാട്ടി നടത്തിക്കൊണ്ട് നമ്മളോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട അലിസുട്ടി ആന്റിയെയും നമ്മുടെ പ്രിയപ്പെട്ട ടോമച്ചൻ ചേട്ടനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി എല്ലാവരുടെയും പേരിൽ ഞാൻ ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ ഒരു സെഷനും അതുപോലെ തന്നെ ഇതിന്റെ മുമ്പ് നടന്ന ഓരോ ക്ലാസ്സുകളും മനോഹരമാക്കി തീർക്കുവാനായിട്ട് എല്ലാവരിലേക്കും അത് എത്തിച്ചേരുവാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ പേരുണ്ട്. അറിയാം, ഒത്തിരി ടീമുകൾ, അതിന്റെ കോർഡിനേറ്റേഴ്സ്, ടീം മെമ്പേഴ്സ്, അതുപോലെ തന്നെ മെന്റേഴ്സ്, അവരെ എല്ലാം ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ മിസിയോടെ റിസോഴ്സ് ടീം അംഗങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമുക്ക് വേണ്ടി മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഏകദേശം 50-ൽ പരം മെന്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും 3 പേര് നമുക്ക് വേണ്ടി മിസിയോ എക്സ്പീരിയൻസ് എന്ന് ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിൽ നിന്ന് 8 പേര്, 350ഓളം വരുന്ന പാർട്ടിസിപ്പൻസിനെ പ്രതിനിധീകരിച്ച് 8 പേര് നമ്മളോട് മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഏറ്റവും നമ്മൾ പറയാറുണ്ട്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾ ഓരോ പാർട്ടിസിപ്പൻസും നിങ്ങളുടെ ഒരു സഹകരണവും നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു കോഴ്സ് സംഭവ്യമല്ലായിരുന്നു. അതുകൊണ്ട് ഓരോ പാർട്ടിസിപ്പൻസിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട്, വിവിധ ടൈം സോണുകളിലായിരുന്നുകൊണ്ട്, ജോലി തിരക്കുകൾക്കിടയിലും യാത്രക്കിടയിലും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ മിസിയോ ഫിലിപ്പ് പ്രിലിമിനറി ബാച്ച് 17ാമത്തെ ബാച്ച് കംപ്ലീറ്റ് ആക്കി എല്ലാ പാർട്ടിസിപ്പൻസിനും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കാം. ആദ്യം മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ US-ൽ നിന്നും ടെക്സാസിൽ നിന്നും ഷീന ചേച്ചി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി നമ്മുടെ ഒരു മെന്റർ ആയിരുന്നു US ഗ്രൂപ്പിന്റെ. ചേച്ചി ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷീന. ഞാൻ ഹസ്ബൻഡ് സാബു, 2 മക്കള് ഷോൺ ആൻഡ് സാമുവലിനോട് കൂടി ഇവിടെ US-ൽ ഹ്യൂസ്റ്റൺ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ഒരു നേഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഇത് എൻ്റെ 3ാമത്തെ മിസിയോയാണ്. ഈ മിസിയോയിൽ ഞാനിപ്പോൾ ഒരു മെൻറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. സബ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായി ചുമതലകളും ലീഡർഷിപ്പ് ക്വാളിറ്റീസും എല്ലാം അവരിലേക്ക് കൊടുക്കുവാനും
അവരിലെ ഇതിലേക്കെല്ലാം ഇൻവോൾവ് ചെയ്യിക്കാനും ഞാനും ഒരു പാർട്ടായതിനെ ഓർത്ത് ആദ്യമേ തന്നെ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ സബ് ഗ്രൂപ്പിലെ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ഗ്രൂപ്പിലെ ഒരംഗം ഇത്തിരി ഒരു ഡൗൺ ആയാൽ, അല്ലെ അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മളോട് അവർ പങ്കുവയ്ക്കുകയും നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ പരിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്കും നമുക്ക് ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളവിടെ കാണുന്നുണ്ട്. ഒരു കൂട്ടായ്മയായി, ഒരു കുടുംബമായി ഞങ്ങളിവിടെ വളരുന്നു. അതുപോലെ വേറൊരു പ്രത്യേകത എനിക്കിതിൽ മനസ്സിലായത് ഈ നമ്മുടെ പ്രയർ പാർട്ട്നേഴ്സിനെ വിളിക്കുന്ന കാര്യമാണ്. ഞാനിങ്ങനെയൊന്നും നേരത്തെ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഫോണിൽ കൂടെ ആണെങ്കിൽ പോലും വേറൊരാളുമായി നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഭയങ്കരമായൊരു നമുക്കൊരു ദൈവസ്നേഹം മനസ്സിലാകുന്ന ഒരു അനുഭവമാണ്. ഈ നിത്യസത്യങ്ങൾ എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ അവയെപ്പറ്റി പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ഡെയിലി റിഫ്ലക്ഷനൊക്കെ പങ്കുവയ്ക്കുമ്പോഴത്തേക്ക് നമ്മളിലുള്ള ഒരു ദൗത്യം മാത്രമല്ല, ആ ഈശോയുടെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം, ഇതെല്ലാം അങ്ങ് അനുഭവിക്കുമ്പോഴത്തേക്കുള്ള എന്താ പറയേണ്ട ഒരു ഭയങ്കര തീക്ഷ്ണത എനിക്കും ഇപ്പം അങ്ങോട്ട് അതങ്ങ് നമ്മളിൽ ജലിക്കുമ്പം നമ്മുടെ വീട്ടിലുള്ളവരിലേക്കും കൂടെ ജോലി ചെയ്യുന്നവരിലേക്കും ഇവൻ എനിക്ക് വരുന്ന പേഷ്യൻസിനോട് പോലും നമുക്ക് ആ സ്നേഹം കുറേശ്ശെയാണെങ്കിൽ പോലും പങ്കുവയ്ക്കാൻ പറ്റുന്നു. ഞാൻ നേരത്തെയൊക്കെ ഒരു ബിഹൈൻഡ് ദ കർട്ടൺ പേഴ്സൺ ആയിരുന്നു. ഇപ്പം ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ വന്ന് നിൽക്കുന്നത് പോലും എൻ്റെ ഈശോയെ എനിക്കും നിങ്ങളുടെ എല്ലായിടത്ത് മുന്നിൽ മഹത്വപ്പെടുത്തണം, ലോകത്തിന് മുന്നിൽ മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, ആ സഹായകൻ എന്നുള്ള ഇത്, ആ ജപമാലയൊക്കെ ഇതിലൂടെ പഠിച്ചപ്പോഴത്തേക്കും എന്തൊരു അനുഭവമാണിത്. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കുമ്പസാരം. ആലിസാൻഡി പറഞ്ഞതനുസരിച്ച് കുമ്പസാരത്തെ പറ്റി ലിസ്റ്റ് ഉണ്ടാക്കി കുമ്പസാരിക്കാൻ തുടങ്ങിയപ്പം അതും ഒരു വേറിട്ട ഒരു ലെവലിലേക്ക് എത്തി. പാപങ്ങൾ അച്ഛനോട് കൃത്യമായിട്ട് പറയുവാനും മറന്നു പോകാതിരിക്കാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം 1 യോഹന്നാൻ 1:1 പറയുന്നത് പോലെ ഞാൻ അനുഭവിക്കുന്നതും കണ്ടതും കേട്ടതും ഒക്കെയുള്ള കാര്യങ്ങൾ അതറിയാത്ത എത്രയോ പേരുണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം വരാറുണ്ട്. അപ്പം മറ്റുള്ളവരിലേക്കും ഞാൻ അറിഞ്ഞ ഈ സ്നേഹവും സ്വാതന്ത്ര്യവും പങ്കുവയ്ക്കാനായിട്ടാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അപ്പം ഈശോയെ പറ്റി മറ്റുള്ളവരിലേക്ക് പറയാനായിട്ടുള്ള ഒരു വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മിസ്സിയോ. അടുത്ത പ്രിലിം കോഴ്സിലേക്കും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ. കുറച്ച് പേരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. അതുപോലെ ഞാൻ എൻ്റെ ഇനിയുള്ള ജീവിതം ഈശോയിലേക്ക് മാത്രം നോക്കിയുള്ള ഒരു ജീവിതമാക്കാനായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മിസ്സിയോയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ വളരെ അതിയായി ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. വളരെ വിശദമായിട്ട് തന്റെ വ്യക്തി ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒക്കെ വന്ന മാറ്റങ്ങളെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ജീവിതത്തിലും ദൈവത്തെ പ്രഘോഷിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് US-ൽ നിന്നും തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് വരാം. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട മാത്യു ടി വർഗീസ് നമ്മളോടൊപ്പം ചേരുന്നു. മാത്യു ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മാത്യു. ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയിൽ നിന്നാണ്. തീക്ഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരെ വളർത്തിയെടുക്കുന്ന മിസ്സിയോ ടീമിലെ 17ാമത്തെ ബാച്ചിലെ അംഗമാണ് ഞാൻ. അടിസ്ഥാന വചന പ്രഘോഷണത്തെ ആസ്പദമാക്കി 7 നിത്യസത്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. അല്പം ആഴമേറിയ വിഷയമായിരുന്നുവെങ്കിൽ തന്നെയും സ്ലൈഡ് പ്രസന്റേഷനിലൂടെയും ലളിതമായ അവതരണത്തിലൂടെയും ഒക്കെ വളരെ ഈസിയായിട്ട് നിഷ്പ്രയാസം നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ക്ലാസ്സുകൾ സാധിച്ചു. വിശുദ്ധ ഗ്രന്ഥവും മതബോധന ഗ്രന്ഥവും പിതാക്കന്മാരുടെ ചാക്രിക ലേഖനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകളെല്ലാം സഭാത്മകമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പല ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഈ വചനപ്രഘോഷണം അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം എന്നീ വിഷയങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. പലപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ ഈ ക്ലാസ് കൂടിക്കഴിഞ്ഞപ്പോൾ മാമോദിസായും സൈര്യലേപനവും സ്വീകരിച്ച ഞാൻ യേശുവിനെ പ്രഘോഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യം എനിക്ക് ഉണ്ടായി.
1 കൊരിന്തോസ് 9:16 പറയുന്നത് പോലെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ വചനം തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതയുണ്ടായി. കാരണം വചനം പ്രഘോഷിക്കുവാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ അതിന് പാഠവുമില്ലാത്ത ഞാൻ എങ്ങനെ സുവിശേഷം പ്രസംഗിക്കും? എന്നാൽ ഞാനായിരിക്കുന്ന കുടുംബത്തിൽ, സമൂഹത്തിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ ഞാൻ യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ ഞാനൊരു സുവിശേഷ പ്രസംഗകനായി മാറുകയാണ്. കാരണം മാമോദിസായിലൂടെയും സൈര്യലേപനത്തിലൂടെയും അടിസ്ഥാന സുവിശേഷ പ്രഘോഷണത്തിനുള്ള വലിയ കൃപകള്, ശക്തി, ധൈര്യം എല്ലാം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയുടെ ഒരു നിറകുടമാണ്. എനിക്ക് വചനം പ്രഘോഷിക്കുവാൻ സാധിക്കുമെന്നുള്ള ആ വലിയ ഒരു അനുഭവത്തിലേക്ക് ഈ ക്ലാസ്സുകൾ എന്നെ നയിച്ചു. ഒപ്പം തന്നെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകളെല്ലാം ഉണർത്തുവാനായിട്ട് സഹായകരമായിരുന്നു. പുറപ്പാട് 9:16 പറയുന്നത് പോലെ എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമലോകം മുഴുവനും പ്രഘോഷിപ്പിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എന്ന് പറയുമ്പോൾ, ഓരോ നിമിഷവും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ, യേശുവിനെ പകർന്നു കൊടുക്കുവാനായിട്ടാണ് എനിക്ക് ഓരോ നിമിഷങ്ങൾ, ഓരോ ദിവസങ്ങൾ കർത്താവ് ദാനമായി നൽകുന്നതെന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക് എന്നെ നയിച്ചു. തുടർന്നും വചനം പ്രഘോഷിക്കുവാൻ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ പ്രഘോഷിക്കുവാൻ ഈ ക്ലാസ്സിലൂടെ എനിക്ക് വലിയ ശക്തിയും ധൈര്യവും ലഭിച്ചു. ഇതിന് മിസിയോ ടീമിലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആ വലിയ അഭിഷേകത്തോട് നിറയുവാൻ, ഈ കാലഘട്ടത്തിൽ കർത്താവിനെ പ്രഘോഷിക്കുവാനുള്ള വലിയ ശക്തിയും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും ദൈവം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു മധു ചേട്ടാ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ പറ്റി പറയുവാനായിട്ടുള്ള ശക്തിയും ധൈര്യവും ഒക്കെ പരിശുദ്ധാത്മാവ് വഴി നൽകി അനുഗ്രഹിച്ചു എന്നുള്ള ബോധ്യം മധുചേട്ടന് നൽകിയതായിട്ട് മധുചേട്ടൻ പങ്കുവച്ചു. മധുചേട്ടാ, താങ്ക് യു സോ മച്ച്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ചേട്ടന്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബിജു അഗസ്റ്റിൻ തൊടുപുഴയിൽ നിന്നും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ചേട്ടനിലേക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിജു അഗസ്റ്റിൻ. ഞാൻ മുതലക്കുളം സെന്റ് ജോർജ് കൊറോന ചർച്ച് ഇടവാംഗമാണ്. ഞാൻ വിവാഹിതനാണ്, ഭാര്യ, 2 മക്കള്. മിസിയോയുടെ ഈ കോഴ്സിലോട്ട് കടന്നു വരുവാനായിട്ട്, 17ാമത്തെ കോഴ്സിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവ തിരുമനസ്സാൽ എനിക്കും സാധിച്ചു. യഥാർത്ഥത്തിൽ മിസിയോയിലെ ആദ്യത്തെ ഗ്രൂപ്പിലോട്ട് കടന്നു വരുമ്പോൾ എന്താണ് മിസിയോ എന്ന് ഒന്നും അറിയാതെയാണ് ഞാൻ കടന്നു വന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായിട്ടും ഇത് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗം ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ്. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇതിലൂടെ നിറവേറും എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞു. കാരണം മാമോദീസായിലൂടെയും സൈര്യലേപനത്തിലൂടെയും നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന കടമ സുവിശേഷ പ്രഘോഷണമാണെന്ന് മുൻപേ തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിലും കുറച്ചുകൂടി ഉറപ്പിക്കുവാനായിട്ട് ഈ കൂട്ടായ്മയിലൂടെ എനിക്ക് സാധിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിറവിനാലാണ്, ആ നിറവോടുകൂടി തന്നെയാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നതെന്നുള്ള തിരിച്ചറിവ് ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. ഇത് എൻ്റെ ഉൾക്കണ്ണ് തുറക്കാനായിട്ട് സാധിച്ചു. വെളിപാട് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുളുകൾ പറഞ്ഞു കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് യഥാർത്ഥ വഴിയെന്നും ഇതിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വചന പ്രഘോഷണം എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുവാനുമായിട്ടുള്ള അനേക വ്യക്തികൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പും എനിക്ക് ലഭിച്ചു. തീർച്ചയായിട്ടും ഇന്ന് ഈ നിമിഷങ്ങൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവിനാൽ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന്റെ അറിവോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളുമാണ് ഇതിന്റെ ഈ കൂട്ടായ്മയിൽ ഉള്ളത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ എൻ്റെ കുറവുകളൊന്നും
എൻ്റെ കുറവുകൾ എല്ലാം നിറവുകളായി മാറുവാനായിട്ടുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടെന്നും എന്നിലൂടെ ദൈവം കണ്ടിരിക്കുന്ന ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ഞാൻ 100% വിശ്വസ്തയോടെ യേശുവിനോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ദൈവ വചന പ്രഘോഷണത്തിൽ പരിശുദ്ധാത്മാവിനെ നയിക്കുവാനും എന്നിലൂടെ ദൈവവചനം ആരൊക്കെ കേൾക്കണമോ അവരെല്ലാവരും എന്നിലൂടെ ദൈവവചനം കേൾക്കുമെന്ന ആ ഒരു പ്രത്യാശയിലാണ് ഞാൻ ഇപ്പോൾ 100% ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് യേശു ഏക രക്ഷകൻ എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഭയം കൂടാതെ ദൈവത്തെ യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം ഇവിടെ തുറന്നു കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും കരുതുന്നു. എന്നെ സംബന്ധിച്ച് ഇന്നിവിടെ ആയിരിക്കുമ്പോൾ വലിയ ഒരു സന്തോഷമുണ്ട്. എനിക്ക് കിട്ടിയ 3 മെന്റേഴ്സും എൻ്റെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായവരാണെന്നും അവരെല്ലാവരും അവരുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും അവരുടെ ഓരോരുത്തരുടെയും സ്നേഹ സംഭാഷണവും എല്ലാ കാര്യത്തിലുള്ള കരുതലുമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതെന്നും അവരുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്നും എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. ഈശോയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ആ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു ബിച്ചേട്ടാ. വളരെ ഉറച്ച ബോധ്യങ്ങൾ ലഭിച്ചു. ആ ബോധ്യങ്ങളെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഇനി മുമ്പോട്ട് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ദൈവ സ്നേഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നമുക്ക് പോകാം. നമുക്ക് വേണ്ടി ഓസ്ട്രിയയിലെ വീനയിൽ നിന്നും ഷൈനി ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നു. ഷൈനി ചേച്ചിയിലേക്ക്. ഓക്കെ, ക്ഷമിച്ചായിരിക്കും, സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷൈനി. ഞാൻ ഓസ്ട്രിയയില് വിയന്നയിൽ നിന്നാണ്. ഞാൻ മിസിയോ 17 പ്രിലിംസ് കോഴ്സിൽ ദൈവം മുൻകൂട്ടി ഒരുക്കി വെച്ചതുപോലെ ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു. 1-2 പേര് എന്നോട് ഇതിനു മുന്നേ പലതവണ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അതിൽ ജോയിൻ ചെയ്തില്ലായിരുന്നു. ആദ്യമൊന്നും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് പതിയെ മനസ്സിലായി ഇത് ദൈവവചനത്തിന് വേണ്ടിയിട്ട് ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് നമ്മെ ഒരുക്കുന്ന ഒരു വേദിയാണെന്ന്. പിന്നെ ഇതിൽ ചേർന്നത് വഴി നിത്യസത്യങ്ങളെ കുറിച്ചുള്ള അറിവ് കിട്ടി. പിന്നെ ദൈവവചനത്തിൽ കൂടുതൽ ആഴപ്പെടാൻ പറ്റി. പാപാവസ്ഥയെ കുറിച്ചുള്ള ബോധ്യങ്ങൾ കൂടുതൽ കിട്ടി. പിന്നെ ഒരു വചനം കിട്ടിക്കഴിയുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. ഇപ്പൊ സത്യം പറഞ്ഞ അന്നു വേണ്ടുന്ന ഒരു ആഹാരം ലഭിച്ച ഒരു പ്രതീതിയായിരുന്നു. പിന്നെ ഡെയിലി അയക്കുന്ന വേർഡ് ഓഫ് ഗോഡ് നല്ല ഉപകാരപ്രദമായിരുന്നു. മെസ്സേജ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നല്ല സന്തോഷം തോന്നും. പിന്നെ വചന സന്ദേശങ്ങള് ചിലപ്പോ 1-2 തവണയൊക്കെ കേൾക്കും. ഈ സ്ലൈഡ് പ്രസന്റേഷനും അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ശരിക്കും വളരെ ടച്ചിങ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മുടെ വചനം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, നമ്മുടെ ആത്മാവിൽ കയറിയിരിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഒരു ആഴമായ ബോധ്യം കൂടി കിട്ടിയത് വഴി. പിന്നെ സബ് ഗ്രൂപ്പിൽ ഓരോരുത്തർ വചനം പങ്കുവെക്കുമ്പോൾ പുതിയ അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് സോ ആക്റ്റീവ് ആയിരുന്നു. അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. പിന്നെ ആരോടെങ്കിലും ഈശോയെ കുറിച്ച് ഒന്ന് സംസാരിക്കണം എല്ലാ ദിവസവും എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇത് അതിന് പറ്റിയൊരു വേദിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു ദിവസം ഇങ്ങനെ വചനത്തിൽ ആരംഭിക്കുക, പേഴ്സണലായിട്ട് അത് വലിയ ഇഷ്ടമാണ്. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ ദൈവം അനുവദിച്ച കറുകുറ്റിയിൽ വന്ന ഒരു കോഴ്സ് കൂടണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ദൈവം തന്നെ എല്ലാം ക്രമപ്പെടുത്തുമെന്ന് കരുതുന്നു. അടുത്ത ബാച്ചിൽ ദൈവം അനുവദിച്ചാൽ ജോയിൻ ചെയ്യും. ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന മിസിയോ ടീമിന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഷൈനി ചേച്ചി. എല്ലാ ദിവസവും ആരോടെങ്കിലും ഒക്കെ ദൈവസ്നേഹത്തെ പറ്റി പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
ആ ഒരു സ്വപ്നം ഈശോ കൂട്ടായ്മയിലൂടെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ സന്തോഷം. ദൈവം ചേച്ചി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്നും നമുക്ക് നേരെ US പോകാം. യുഎസിലെ ടെക്സാസിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ തോട്ടശ്ശേരി ചേട്ടൻ. അപ്പച്ചൻ ചേട്ടാ, സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മെസ്സിയുടെ 17-ാം ഗ്രൂപ്പിലെ 12ാമത് സബ് ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഞാൻ ഹൂസ്റ്റണിലെ പെയർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് മേരീസ് ഇടവക അംഗമാണ്. മെസ്സിയെക്കുറിച്ച് ഞാനിതിനു മുമ്പ് കേട്ടിട്ടില്ലായിരുന്നു. എൻ്റെ വൈഫ് എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു. വൈഫിൻ്റെ കൂട്ടുകാരോ അയച്ചു കൊടുത്തത്, ഞങ്ങളുടെ പള്ളിയിലുള്ളവർ തന്നെയായിരുന്നു. അപ്പോൾ ആ മെസ്സേജ് കിട്ടി, ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ഞാൻ ഒത്തിരി നവീകരണ ധ്യാനങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കെരിഗ്മ, അതായത് നിത്യസത്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അടുക്കും ചിട്ടയോടുകൂടി ഈ 7 ആഴ്ചക്കാലം മനസ്സിലാക്കാനും ധ്യാനിക്കാനും ഒക്കെ കിട്ടിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, കഠിനാധ്വാനം ചെയ്ത 160 ആഴ്ചകളോളം, ഇപ്പം 170 ആഴ്ചയായി ചെയ്യുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. തങ്ങളുടെ സ്വാർത്ഥത ചിന്തിക്കാതെ ലോകത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവർക്ക് കിട്ടിയ അവസരങ്ങളെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുന്നവരുടെ ആ ചിന്താഗതികളെ ഓർത്ത്, മനസ്സിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇതിലൂടെ എനിക്ക് കിട്ടിയ അനുഭവം, ഓരോ ആഴ്ചകളിലെയും ഈ നമ്മുടെ മെസ്സിയോ പ്രാരംഭ കോഴ്സിന്റെ ആ ശനിയാഴ്ചത്തെ ക്ലാസ്സുകൾ വളരെയധികം അനുഭവ ഉളവാക്കുന്നതായിരുന്നു. കാരണം ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ ഓരോരുത്തരും കിട്ടിയ അവരുടെ സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ സ്ലൈഡ് പ്രസന്റേഷൻ ആണ് പലപ്പോഴും നമ്മളെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. കാരണം കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചാറ് ഒന്ന് യോഹന്നാനിൽ 1:1 പറയുന്ന ആ വചനം, അതായിരുന്നു സ്ലൈഡ് പ്രസന്റേഷൻ. അവർക്ക് കിട്ടിയ അനുഭവത്തെ അവരത് കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ തരത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതൊരു പുതിയ അനുഭവമായിട്ട് മാറി. പല മെസ്സിയയിലെ എല്ലാ ശുശ്രൂഷകളും പുതിയ പുതിയ അനുഭവങ്ങളാണ് നൽകിയത്. നമുക്കൊരു നവീകരണ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഞാൻ ഏതാണ്ട് 80കളിൽ വന്നതാണ്. ഇപ്പോഴും എനിക്ക് ഒരു പുതിയ അനുഭവം. കാരണം ദൈവത്തിന്റെ സ്നേഹം പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം അവിടെ നൽകുന്നു. നമ്മൾ വിലാപങ്ങൾ 3:22 വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു പുതിയ അനുഭവം തന്ന് ദൈവം അനുഗ്രഹിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ മെസ്സിയ ഗ്രൂപ്പിന്റെ അനുദിന വചന വിചിന്തനമായിരുന്നു. കാരണം ഒരാഴ്ചയിൽ എടുക്കുന്ന ആ കരിഗ്മ, ആ നിത്യസത്യത്തെ കുറിച്ച് ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പങ്കുവെക്കുന്ന, അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളെ നമുക്ക് കേൾക്കുവാനും അതിലൂടെ നമ്മുടെ അനുഭവങ്ങളെ താരതമ്യം ചെയ്യുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവം നൽകിയ പ്രത്യേക അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. മെസ്സിയുടെ എല്ലാ ഭാവി പ്രവർത്തനങ്ങളെയും നന്നായി ദൈവം നടത്തട്ടെ, പരിശുദ്ധാത്മാവ് നടത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത 18ാമത് ഗ്രൂപ്പിൽ ചേരണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സാഹചര്യം ഉണ്ടായാൽ തീരുമാനിക്കും. മറ്റു ചില ശുശ്രൂഷകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശനിയാഴ്ചത്തെ ക്ലാസ്, അത് നിങ്ങളുടെ മെസ്സിയുടെ കുഴപ്പമല്ല, കുർബാന ഉള്ളതുകൊണ്ട് 9 മണിക്കത്തെ കുർബാനയ്ക്ക് പോകുന്നതോട് പലപ്പോഴും യൂട്യൂബിലാണ് കൂടാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് അതിനെപ്പറ്റി ചിന്തിക്കും. മെസ്സിയുടെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച, അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെന്റേഴ്സിനും അവരൊത്തിരി സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിളിച്ചു ചോദിക്കുകയും അതുപോലെ തന്നെ പ്രെയർ സപ്പോർട്ട്, പരസ്പരം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട് അവരുടെ വേദനകളും നൊമ്പരങ്ങളും അറിയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഒരു അവസരമായിട്ട് ഇതിനെ കാണുന്നു. ഇത് ദൈവം ഒരുക്കിയ പദ്ധതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മെസ്സിയുടെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും കൃപയും ഉണ്ടാകട്ടെ. ഒരു പുതിയ അനുഭവമായി ലോകത്തുള്ള എല്ലാ മക്കൾക്കും ഇത് സ്വീകരിക്കുവാനും അനുഭവിക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് അപ്പച്ചൻ ചേട്ടാ. കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അപ്പൊ നമ്മൾ ആ അനുഭവിക്കുന്ന ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അപ്പച്ചനെ ഇടയാക്കട്ടെ. ഒത്തിരി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഹൈദരാബാദിലേക്ക് പോകാം. ഹൈദരാബാദിൽ നിന്നും സബ് ഗ്രൂപ്പ് 10ന്റെ മെമ്പറായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആനി ചേച്ചി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ആനി ചേച്ചി തന്റെ മിസ്യു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്നു. ആനി ചേച്ചി.
ചേച്ചി മ്യൂട്ടാണേ. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ മിസ്സസ് ആനി ജോണി, റിട്ടയർഡ് ടീച്ചർ, മെന്റർ ഫ്രം സബ് ഗ്രൂപ്പ് 10, സെയിന്റ് ജോൺ പോൾ സെക്കൻഡ്, സീറോ മലബാർ പാരിഷ്, ഹൈദരാബാദ്. പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു മഹത്തായ ഉദാഹരണമായ മിസിയോ കൂട്ടായ്മയിലേക്ക് അതിന്റെ 15ാം ബാച്ചിൽ എനിക്ക് ചേരുവാൻ സാധിച്ചു. 17ാം ബാച്ചിൽ മെന്ററായി. മെന്റർ എന്ന പദത്തിന്റെ അർത്ഥം കൂടെയുള്ളവർക്ക് ഗൈഡൻസും അഡ്വൈസും കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി എന്നാണല്ലോ. മെന്ററായി യാതൊരു അനുഭവമില്ലാത്ത എനിക്ക് ഗൈഡൻസും അഡ്വൈസും മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും വളരെ പ്രോത്സാഹനം നൽകി എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുകയും എൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്ത എൻ്റെ കോ മെന്റേഴ്സായ മിസ്റ്റർ രജിത്തിനും ദേവസ്യ സാറിനും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സും നമ്മുടെ റിസോഴ്സ് പേഴ്സൺസിനും അവർ വളരെ സപ്പോർട്ടീവായിരുന്നു ത്രൂ ഔട്ട് ഈ കോഴ്സ്. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരു മെന്റർ എന്ന നിലയിൽ മിസിയോയുടെ മെയിൻ ഫോക്കസായ വചനപ്രഘോഷണം കൂടുതൽ തീക്ഷ്ണതയോടെ ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നു. ഇപ്പോൾ ഈശോയെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഒരു ഗ്രൂപ്പ് മെമ്പറിനേക്കാൾ ഉപരി ഒരു മെന്ററിന് സാധിക്കുമെന്ന ബോധ്യം എന്നിൽ ബലപ്പെട്ടു. നമ്മുടെ കൊച്ചു കൊച്ചു കഴിവുകളെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വേദി കൂടിയാണ് നമ്മുടെ ഈ മിസിയോ കൂട്ടായ്മ. ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും നമുക്ക് എല്ലാവർക്കും അവസരം ലഭിക്കുന്നുണ്ട്. ആലിസ് കുട്ടി ചേച്ചി ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ പ്രെയർ പാർട്ട്നേഴ്സിനെ മാത്രം വിളിച്ചാൽ പോരാ, എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന്. അതനുസരിച്ച് ഞങ്ങൾ മെന്റേഴ്സ് ഞങ്ങളുടെ ലിസ്റ്റ് ഡിവൈഡ് ചെയ്തെടുത്ത് ഞങ്ങൾ എല്ലാവരെയും വിളിക്കുകയും അവരുടെ സുഖദുഃഖങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് ചെയ്തുകൊണ്ടിരുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. 3-4 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് കൂടുതൽ പരസ്പരം മനസ്സിലാക്കുവാനും അതുപോലെ പ്രാർത്ഥിക്കുവാനും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങൾക്ക് എല്ലാവരെയും കൂടുതൽ പ്രാർത്ഥനയിലൂടെ സഹായിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഒരു പെർഫെക്റ്റ് ബോണ്ടിങ് തന്നെ രൂപം കൊണ്ടു. ഞങ്ങളുടെ സബ് ഗ്രൂപ്പ് 10 വളരെ ഡൈനമിക് ആൻഡ് വൈബ്രന്റും ഒത്തിരി സ്നേഹവും സഹകരണവുമുള്ള ഒരു ഗ്രൂപ്പാണ്. ഒരിക്കലും ഒരു കാര്യത്തിലും നോ പറയാത്ത ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ. 17ാം ബാച്ചിലെ ഓരോ മീറ്റിങ്ങും ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും യഥാർത്ഥമായ കൂട്ടായ്മ തന്നെയായിരുന്നു. മിസിയോയിൽ ചേർന്നതിന് ശേഷം എന്നിൽ വളരെയേറെ എൻ്റെ ആത്മീയ തലങ്ങളിൽ വളരെ വളർച്ച അനുഭവിക്കുവാൻ സാധിച്ചു. വചന വായന ഒരു കടമയായി കരുതിയിരുന്ന ഞാൻ കൂടുതൽ സമയം വചനം വായിക്കുവാനും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ കൂടുതൽ തീക്ഷ്ണത ഉണ്ടാകുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും കുമ്പസാരം എന്ന കൂദാശ കൂടെ സമീപിക്കുവാനും ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഓരോ അവസരവും നല്ല രീതിയിൽ വിനിയോഗിക്കുവാനും എനിക്കിപ്പോൾ സാധിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ദൈവാശ്രയ ബോധം എന്നിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം വളരെയേറെ ബലപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മുടെ ഈ മിസിയോ കൂട്ടായ്മ നമ്മളെ ഏവരെയും സഹായിക്കുന്നു. ഈ സ്നേഹ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകുവാൻ സാധിച്ചതിൽ ഞാൻ അതീവ സന്തോഷവതിയാണ്. സർവശക്തനായ ദൈവത്തിന് 1000 സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. മെന്റർ എന്ന നിലയിൽ മിസിയോ അനുഭവം പങ്കുവച്ചതിൽ ഒത്തിരിയേറെ സന്തോഷം. ഇനിയും ചേച്ചിയുടെ സേവനങ്ങൾ മിസിയോ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, സിറോ മലബാർ സഭയുടെ മിഷൻ കമ്മീഷൻ സെക്രട്ടറി സ്നേഹബഹുമാനപ്പെട്ട
ഫ്രാൻസിസ് എലവത്തിങ്കൽ അച്ഛൻ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ മിസിയോ കോഴ്സിലൂടെ അച്ഛന്റെ ആ ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ ഭാഗഭാഗികളാകുകയാണ്. മിഷൻ ദൗത്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഭാഗഭാഗികളാകുകയാണ്. അപ്പം നമ്മളെ ഓരോരുത്തരെയും ആശംസകൾ അറിയിക്കുവാനും ഒരു കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുവാനുമായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സന്ദേശത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഫ്രാൻസിസ് അച്ഛ, സ്വാഗതം. അച്ഛന് ഇതൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഷെയറിങ് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ US നിന്നും ടെക്സാസിൽ നിന്നും വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നു സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഈ മിസിയോ ടീമിലേക്ക് ഞാൻ വന്നതിന് ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസ്. ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്നാണ്. മിസിയോ ഗ്രൂപ്പിൽ 12th സബ് ഗ്രൂപ്പിലുള്ള ആളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. മിനി എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ഇതിലേക്ക് ലിങ്ക് അയച്ചെന്ന് കൂട്ടിച്ചേർത്തത്. മിസിയോ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. കാരണം വചനപ്രഘോഷണം എന്ന് പറയുന്നത് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാളോട് വചനം എങ്ങനെ സംസാരിക്കും എന്ന് പറയാനായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈശോയിലേക്ക് നിറഞ്ഞ് നമ്മൾ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നുള്ളത് നമ്മുടെ മെൻറ്റേഴ്സായിട്ട് കൂടെ നിന്നുകൊണ്ട് നമ്മളെ സഹായിച്ച മെൻറ്റേഴ്സ് സ്മിതയും എൽസ് ചേച്ചിയും ജെസ്സിയും വത്സ് ചേച്ചിയും ബോബി എല്ലാവരും, അതുപോലെ തന്നെ ആലിസു ചേച്ചിയും ടോമി ചേച്ചനും ഒക്കെ ഒരു സമയം എത്രമാത്രം നോക്കി നമ്മളുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പഠിച്ചത്. മിസിയോ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവസ്നേഹം എങ്ങനെ എന്നിലേക്ക് നിറയ്ക്കാം, അതെങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ ഒരു ആത്മീയ ഉപദേശങ്ങളാണ് എനിക്ക് കിട്ടിയത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ വചനങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്യുന്നത് അതൊരു വചനപ്രഘോഷണം തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഓരോരുത്തരും ആ വചനം എടുത്ത് വിചിന്തനം ചെയ്ത് നമ്മൾ ആ വചനത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ വചനപ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 56 പ്രാവശ്യവും 56 വചനങ്ങളും നമ്മൾ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ ഓരോ വചനത്തിൽ കൂടിയും നമ്മൾ തന്നെ പ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലണം എങ്ങനെയാണെന്നുള്ളതാണ് മിസിയോയിൽ നിന്ന് ഞാൻ പഠിച്ചത്. അപ്പം ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് എങ്ങനെ നമുക്ക് വചനത്തെ നമ്മുടെ ഒരു ഭാഗമാക്കി മിസിയോയുടെ കൂട്ടായ്മയിൽ കൂടി നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. അപ്പം നമ്മൾ സങ്കീർത്തനം 133:1 പറയുന്ന എന്താണ്, ഏക മനസ്സായി ഒരുമിച്ച് വസിച്ച് നമ്മൾ എത്രമാത്രം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നമ്മുടെ തന്നെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഈ മിസിയോ ടീം അതിന് വേണ്ടിയിട്ട് തന്നെ എടുത്തു തന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ് ഈശോയ്ക്ക്. കാരണം സാറ്റർഡേ ക്ലാസ്സിൽ വരുമ്പം വേർഡ് ഓഫ് ദ ഗോഡ് റിഫ്ലക്ഷൻസ് പറയുമ്പം ഹൃദയത്തിൽ തട്ടിയുള്ള വചനങ്ങളും അത് എത്രമാത്രം ശക്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ടെസ്റ്റിമോണീസ് ഒത്തിരി നമ്മളെ അനുഗ്രഹിച്ചു. സ്ലൈഡ് ഷോ പ്രസന്റേഷൻസ് ഒത്തിരി ആഴമായിട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ കണ്ണുകളും കാതുകളും നമ്മളെ ഹൃദയത്തിൽ നമ്മളെ വളരെയധികം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് പ്രെയർ പാർട്ട്നേഴ്സിനെ കിട്ടിയത് നമ്മുടെ വല്ലായ്മകളും വിഷമങ്ങളും വേദനകളും പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് കിട്ടി. പിന്നെ ഒരു കാര്യം ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്, മാമോദീസായിൽ നമുക്കൊരു കടമയുണ്ട് നമ്മൾ വചനപ്രഘോഷണം ചെയ്യുന്നത്. അത് എനിക്ക് മിസിയോയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. ഭയമില്ലാതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ വചനം പകർന്നു കൊടുക്കുക. അപ്പോൾ ഈ നിത്യസത്യങ്ങളെല്ലാം പഠിച്ച് ദൈവസ്നേഹത്തെ നമ്മളിലേക്ക് കൊണ്ടുവന്ന പാപാവസ്ഥ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പശ്ചാത്താപത്തിലേക്ക് കടന്നു ചെന്ന് യേശുവിനെ രക്ഷകനായിട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എന്ന് പറഞ്ഞാൽ ആ ആഴ്ചയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലങ്ങ് കത്തി പടരുമായിരുന്നു പരിശുദ്ധാത്മാവ്. അതുപോലെയുള്ള ശക്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒത്തിരി ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. മിസിയോ ഗ്രൂപ്പിലേക്ക് വരാനായിട്ട് എന്നെ സഹായിച്ചതിനും മിസിയോയിൽ വന്ന് ഇതിലെല്ലാം പഠിക്കുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തോട് കൂടുതൽ സഞ്ചരിക്കുവാനുള്ള ഒരു കൃപ കിട്ടിയ ഈ കൂട്ടായ്മയ്ക്ക് ആയിട്ട് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മിസിയോയ്ക്ക് എപ്പോഴും ഞാൻ ഇനിയും ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചേട്ടൻ തൊടുപുഴ മോലക്കുടത്തു നിന്നുള്ള, ഞാനും മോലക്കുടത്തു നിന്നുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കത് കൂടുതലും മുത്തപ്പൻ്റെ പ്രാർത്ഥന ആ പള്ളിയിലെ അതും ഇതും നമ്മൾ ഒരു ദൈവം എത്രമാത്രം നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഭൂഗോളത്തിൽ നമ്മളെല്ലാം ഒന്നാണ് എന്ന് നമ്മളെ ഈശോ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോയെ നന്ദി, എല്ലാവർക്കും നന്ദി, മിസിയോയ്ക്ക് നന്ദി. താങ്ക് യു ടെസ് ജെയിംസ്. വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ
മിസിയോടെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് അത് എങ്ങനെ സ്പർശിച്ചു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയതിന് ഒത്തിരി നന്ദി. ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഹൈദരാബാദിൽ നിന്നും നമ്മളോടൊപ്പം നമ്മുടെ പുഷ്പ സാമുവൽ നമ്മളോടൊപ്പം ചേരുന്നു. പുഷ്പ ചേച്ചി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിസിയോ ബാച്ച് 17 സബ് ഗ്രൂപ്പ് 2-ലെ മെമ്പറാണ് ഞാൻ, പുഷ്പ സാമുവൽ. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് അരുൾ കോളനി ഹൈദരാബാദാണ് എൻ്റെ ഇടവക. വ്യക്തമായ ധാരണകളൊന്നുമില്ലാതെയാണ് ഞാൻ മിസിയോയിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഇനോഗ്രൽ സെഷനിൽ നിന്ന് തന്നെ മിസിയോയുടെ ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കുവാൻ സാധിച്ചു. യേശു ഈ ലോകത്ത് നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. യേശുവിന്റെ ഈ ദൗത്യം നിറവേറ്റേണ്ട കടമ അഭിഷിക്തർ ഉള്ളവർക്ക് മാത്രമുള്ളതല്ല, നാം ഓരോരുത്തരും മനസ്സാ വഹിക്കേണ്ട ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യം ലഭിച്ചത് ഈ കോഴ്സിന്റെ ഇനാഗുറൽ സെഷനിലൂടെയാണ്. നിത്യസത്യങ്ങളെ കുറിച്ച് അറിയാനും അത് ആഴത്തിൽ മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനും പ്രചോദിപ്പിക്കുന്ന ക്ലാസുകൾ എന്നെ ആത്മപരിശോധന ചെയ്യുവാനും പശ്ചാത്താപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തുവാനും സാധിച്ചു. അതിനുശേഷം സബ് ഗ്രൂപ്പിൽ നടത്തിയ പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥന ഒരു വലിയ അനുഭവമായിരുന്നു. സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളും വചന വിചിന്തനവും നടത്തുന്നതിലൂടെ വ്യത്യസ്തമായ ഉൾക്കാഴ്ചകൾ അറിയുവാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണ്. സബ് ഗ്രൂപ്പിൽ ഓരോ ആഴ്ചകളിലും മാറി മാറി നൽകപ്പെടുന്ന വ്യത്യസ്തമായ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും നിറവേറ്റുന്നതിലൂടെ എന്നെ ആത്മവിശ്വാസത്തിലും ആത്മധൈര്യത്തിലും ദൈവാശ്രയത്തിലും അഭിവൃദ്ധിപ്പെടുത്തി. ഈ ജൂൺ മാസത്തെ ആദ്യ ആഴ്ചയിൽ എൻ്റെ നെവ്യൂ സീരിയസ് ആയ ലിവർ ഇൻഫെക്ഷൻ മൂലം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും അതിനായി ഗ്രൂപ്പിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ ക്രിട്ടിക്കലായിരുന്ന അവസ്ഥയിൽ നിന്ന് ആ മകന് ലഭിച്ച റിക്കവറിക്കായി ഗ്രൂപ്പിന്റെ ദൈവ ചൈതന്യത്തെ ഞാൻ അതിയായി വിശ്വസിക്കുന്നു. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നിൽ വലിയ ആത്മീയ ഉണർവും ക്ഷമിക്കാനുള്ള മനസ്സും സങ്കടം അനുഭവിക്കുന്ന എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഒരു പരിധിവരെ സാന്ത്വനമാകുവാനും കഴിഞ്ഞു. 2022 കോവിഡ് ബാധിച്ചതിന് ശേഷം എനിക്ക് ഉറക്കത്തിൽ വലിയ ഉറക്കം വരുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉറക്ക ഗുളികകളുടെ സഹായമില്ലാതെ ഞാൻ നല്ലവണ്ണം ഉറങ്ങുന്നത് ഒരു ഫിസിക്കൽ ഹീലിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. മെയിൻ മിസിയോ മീറ്റിങ്ങുകളിലെ പിതാക്കന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യവും അവരുടെ സന്ദേശങ്ങളും ആശീർവാദങ്ങളും വളരെ എടുത്തു പറയേണ്ട അനുഗ്രഹമായിരുന്നു. കുടുംബത്തോടും ഇടവകയോടും സഭയോടും ചേർന്ന് കൂട്ടായ്മയിൽ ജീവിക്കാനുള്ള ആഗ്രഹം സഫലമാകാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിനായും എൻ്റെ എല്ലാ പരിമിതികളെയും അവഗണിച്ച് ദൈവഹിതം നിറവേറ്റാൻ പ്രാപ്തമാക്കുന്നതിനു വേണ്ടിയും ഒരു സുവിശേഷമേകാനുമുള്ള കൃപയ്ക്കുമായി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് പുഷ്പ ചേച്ചി. മിസിയോ കൂട്ടായ്മയിലൂടെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ ദൈവം നൽകിയ സൗഖ്യത്തെയും ഒക്കെ ഈ കൂട്ടായ്മയിൽ പങ്കുവെച്ചതിന് ഒത്തിരി നന്ദി. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഹൈദരാബാദിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്താം. നമുക്ക്
അങ്കമാലിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു ജിൻസി ബിജു. ജിൻസി ചേച്ചി. ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി ഈ മിസ്സിയോ കൂട്ടായ്മയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടട്ടെ. ഞാൻ ജിൻസി ബിജു, സബ് ഗ്രൂപ്പ് 8 മെമ്പറാണ്, അങ്കമാലിയിൽ നിന്നും. ഞാനൊരു പ്രേക്ഷിതയാണ്. എൻ്റെ സഹപ്രവർത്തകയായ ജസ്സേച്ചി വഴിയാണ് ഞാൻ ഈ മിസ്സിയോ കൂട്ടായ്മയിലേക്ക് വന്നത്. ഞങ്ങളുടെ സബ് ഗ്രൂപ്പിലെ ആദ്യത്തെ ക്ലാസ്സിൽ വീഡിയോ ഓൺ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ ചിന്തിച്ചു, ഈ ഓൺലൈൻ ക്ലാസ് ഒന്ന് ബ്ലോക്ക് ചെയ്താലോ. പെട്ടെന്ന് ജസ്റ്റിച്ചിയുടെ ആ മുഖമാണ് മനസ്സിലേക്ക് വന്നത്. ചേച്ചിയോട് ഞാൻ എന്ത് പറയും? അങ്ങനെ മനസ്സോടെ ആ ക്ലാസ്സിലേക്ക് വീണ്ടും ചേർന്നു. 3ാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ആ അവസ്ഥ ഓവർകം ചെയ്തു. ഞങ്ങളുടെ സബ് ഗ്രൂപ്പിലെ ആ കൂട്ടായ്മ, അതിലെ പാട്ട് പാടല്, ബൈബിൾ വചനം വായിക്കല്, ഷെയറിങ് എല്ലാം വളരെ കൂളിംഗ് എഫക്റ്റ് ആണ്. നമ്മുടെ തറവാട്ട് വീട്ടിലേക്ക് പോയിട്ട് അവിടെ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം കണ്ട് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ. അതിലെ മെന്റേഴ്സിന് അവരുടെ സഹകരണം എടുത്തു വയ്യ. പിന്മാറി നിൽക്കുന്ന നമ്മുടെ മനോഭാവത്തെ മുന്നിലോട്ട് കൊണ്ടുവരാൻ അവർ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിൽ സാറ്റർഡേ മെയിൻ ക്ലാസ്, അതിന്റെ അവതരണം, അതിന്റെ ടൈം മാനേജ്മെന്റ് എല്ലാം വളരെ ഒരു കൂളായിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചു. ആ ക്ലാസ്സിലെ ഓരോ വ്യക്തികളുടെയും ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് ഒത്തിരി നിധികള്, അമൂല്യമായ നിധികളുടെ ഒരു ശേഖരം തിരുവചനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അതിന് നമ്മുടെ ദൈവത്തിന് ഒത്തിരി നന്ദി. ഈ സബ് ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ, ഒരു തിരുവചനം തന്നിട്ട് അതിന്റെ ബോധ്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പറയും. അത് സുവിശേഷം പ്രഘോഷിക്കാൻ ഒത്തിരി നമ്മളെ സഹായിക്കുന്നുണ്ട്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആലിസാൻഡിയുടെ ക്ലാസ് പറയാതിരിക്കാൻ വയ്യ. കുറച്ചു നേരമേ ഉള്ളെങ്കിലും ഒത്തിരി പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നുണ്ട്. ആന്റിയുടെ ആദ്യത്തെ ക്ലാസ് ഞാൻ ഓർക്കുന്നു, ദൈവസ്നേഹത്തെ കുറിച്ചായിരുന്നു. ആന്റി പറഞ്ഞു, ദൈവസ്നേഹം നിങ്ങൾ നിറയണം, നിറഞ്ഞ് കവിയണം. ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ഭാരം പോവുകയും ദൈവസ്നേഹത്താൽ ഞാൻ നിറയുന്നതായിട്ടും അനുഭവിച്ചറിഞ്ഞു. ആന്റി ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആന്റിക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതിലെ ആന്റിയെയും ആന്റിയുടെ കൂട്ടായ്മയെയും ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിലേക്ക് ഒത്തിരി മക്കൾ വന്നിട്ട് ഒത്തിരി ആത്മാക്കളെ നേടുവാനുള്ള കൃപ ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആത്മാവിന്റെ ഒരു പ്രചോദനം കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരോട് പറയാനുണ്ട്. ഈ ഗ്രൂപ്പില് ആരെങ്കിലും നമുക്ക് മിസ്സിയോടെ, നമ്മൾക്കറിയാലോ ഇത് അവസാന നാടുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയമില്ലെന്ന് പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്ന് നമ്മുടെ ആത്മാവിനെ ദൈവം വിളിച്ചാൽ എനിക്കിപ്പോ സമയമില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായിട്ടാണ് അവർ നമ്മൾ ഓരോ വ്യക്തികളിലേക്കും ഈ ലിങ്ക് അയച്ചു തരുന്നത്, മിസ്സിയോടെ ലിങ്ക്. അതുകൊണ്ട് എത്ര സമയമില്ലെങ്കിലും അതിൽ പങ്കെടുത്ത് ദൈവത്തിന്റെ സ്നേഹവും സംരക്ഷണവും അനുഭവിച്ചറിയണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ജിൻസി ചേച്ചി. തന്റെ വ്യക്തിപരമായ ജീവിതത്തില് മിസ്സിയോ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഞങ്ങളെ ബോധിപ്പിച്ചു. ഒത്തിരി നന്ദി. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമുക്ക് അങ്കമാലിയിൽ നിന്നും സ്വല്പം കൂടി മുൻപിലേക്ക് പോയാൽ മൂവാറ്റുപുഴയിൽ നിന്നും ചെല്ല ചേച്ചി നമ്മളോടൊപ്പം ചേരുകയാണ്. ചെല്ല ചേച്ചി ഗ്രൂപ്പ് 8 മെന്റർ ആയിരുന്നു. നമുക്ക് ചെല്ല ചേച്ചിയെ ശ്രമിക്കാം. സ്തുതിയായിരിക്കട്ടെ. ഞാൻ സെൽഡ ജോർജ്, മൂവാറ്റുപുഴയിലാണ് വീട്. എനിക്ക് ഭർത്താവും 2 കുട്ടികളുമുണ്ട്. എൻ്റെ പ്രിയ കൂട്ടുകാരി ഗീത ജക്കോ വഴിയാണ് ഞാൻ മിസ്സിയോയിൽ എത്തുന്നത്. അങ്ങനെയാണ് ഞാൻ നിത്യസത്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതും വചനം ധ്യാനിക്കാൻ പഠിക്കുന്നതെല്ലാം. ഈ മിസ്സിയോയിൽ ഇപ്പോൾ ഞാൻ മെന്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് ലഭിച്ച ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2-3 നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് എനിക്ക് ലഭിച്ചത് കേൾക്കാനുള്ള ക്ഷമയാണ്. മറ്റുള്ളവരുടെ കേൾക്കാനുള്ള ക്ഷമയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലൊന്ന്. ഈ ഗ്രൂപ്പിന്റെ ഫോം ചെയ്യുന്ന സമയത്തും മൊബിലൈസേഷന്റെ സമയത്തും പുതിയ ബാച്ച് തുടങ്ങുമ്പോഴുള്ള മൊബിലൈസേഷന്റെ സമയത്തും നമ്മൾ ആളുകളെയൊക്കെ വിളിക്കുകയും അവരുടെ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്യണം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് ഡീറ്റെയിൽസ് എടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അത് 1 മണിക്കൂർ വരെ നീണ്ടുപോകാം. അതുപോലെ തന്നെ സബ് ഗ്രൂപ്പിൽ പ്രെയർ പാർട്ട്നേഴ്സിനെ വിളിച്ച് കേൾക്കുമ്പോൾ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ കേട്ട് അങ്ങനെ എനിക്ക് ഈ
കേൾക്കാനുള്ള ക്ഷമ, മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമ എനിക്ക് ലഭിച്ചു. അത് എൻ്റെ ജോലി സ്ഥലത്തേക്കും പകർത്താനായിട്ട് എനിക്ക് സാധിച്ചു. കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് നേരത്തെ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു, ഒന്നും കാണിക്കില്ലെങ്കിലും ഉള്ളിലുണ്ടായിരുന്നു. അവരെ കേൾക്കുമ്പോൾ അടുത്ത കസ്റ്റമറെ ഡീൽ ചെയ്യണം, പണിയുണ്ട്, അപ്പൊ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു ചിന്തയ്ക്ക് പകരം ഇപ്പോൾ എനിക്ക് അവരെ ക്ഷമയോടെ കേൾക്കാനും ദൈവം ഉണ്ട് കേട്ടോ, ദൈവം സഹായിക്കും എന്നുള്ള ഒരു കരുണയുടെ വാക്കുകൾ അവരോട് പറയാനും പറ്റുമെങ്കിൽ ഒരു വചനം അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം, യേശുനാമത്തിൽ അനുഗ്രഹിച്ച് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. അത് നമ്മൾ യേശു രക്ഷ എന്ന നിത്യസത്യത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ യേശു രക്ഷകനെ കുറിച്ചുള്ള ഒരുപാട് വചനങ്ങൾ നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും മറ്റുള്ളവരുടെ റിഫ്ലക്ഷനുകൾ എല്ലാം കേൾക്കുക വഴി യേശു നാമത്തിന്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് വലിയൊരു ബോധ്യം ലഭിച്ചു. അങ്ങനെ ഭർത്താവിനെയും മക്കളെയും അയൽവക്കക്കാരെയും സഹപ്രവർത്തകരെയും യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പഠിക്കുകയും അങ്ങനെ ഞാൻ ചെയ്തു പോരുകയും ചെയ്തു. എനിക്കുണ്ടായ 2 ചെറിയ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരു ചേച്ചി ഹിന്ദുവാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് കിഡ്നി പേഷ്യൻ്റ് ആയിട്ട് ഗുരുതരാവസ്ഥയിലായി. അപ്പൊ എന്നെ വിളിച്ചു വിഷമം പറയുവാനായിട്ട്. അപ്പൊ അവരുടെ ആ ഗുരുതരാവസ്ഥയിലായപ്പോൾ ചേച്ചിക്ക് ഒരു മകനും കുടുംബവും ഉള്ളു, 2 പേരക്കിടാങ്ങളും ഉള്ളത്. ഗുരുതരാവസ്ഥയിലായപ്പോൾ മകൻ ഒരു മദ്യപാനിയായിരുന്നു. അപ്പൊ അച്ഛനെ നോക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവരെ ഉപേക്ഷിച്ച് മകൻ മകന്റെ വഴിക്ക് പോയി. മരുമകളുടെ വീട്ടിലേക്ക് തൻ്റെ ഇളയ കുഞ്ഞിനെയും കൊണ്ടുപോയി. ചേച്ചിയും ഹസ്ബൻഡും പേരക്കിടാവും തന്നെയായി വീട്ടില്. എന്ത് ചെയ്യണമെന്ന് ചേച്ചിക്ക് അറിയില്ല, ആരും നോക്കാനില്ല. ഹോസ്പിറ്റലിലൊക്കെ കയറി പോകണം. അപ്പൊ ചേച്ചി ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ചേച്ചി പറഞ്ഞ്, അല്ലെങ്കിലും അവന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മകന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് നശിക്കാനുള്ള ജന്മമാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ പറയരുത്, ഒരു ആത്മാവും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല, ദൈവം അതിന് ആഗ്രഹിക്കുന്നില്ല. ചേച്ചി അവനെ യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പേരക്കിടാവിനെ കുറിച്ച് അവനെ പഠിപ്പിക്കണ എങ്ങനെയാണെന്ന് അറിയില്ല, ആരും എന്ത് ചെയ്യുന്ന അറിയില്ല, ആരെ നോക്കും എന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞു, ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ചേട്ടനും, അതായത് പേരക്കിടാവിനെ ചേച്ചിയും ചേട്ടനും കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ചേച്ചി, അവൻ നന്നാകും. അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശു നാമത്തിൽ ഞാൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, അവൻ നന്നാകും, അവൻ നല്ല നിലയിലെത്തും, അവൻ നിങ്ങളെ നോക്കുമെന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ആ കൊച്ചിന് +2 നല്ല മാർക്ക് കിട്ടി. അവൻ സൈബർ സെക്യൂരിറ്റിയുടെ ഡിപ്ലോമ കോഴ്സിന് ചേർന്ന് ആ സമയത്ത് തന്നെ അവൻ ആന്റി റാഗിങ് ആപ്പ് കണ്ടുപിടിച്ചു. അങ്ങനെ അവന് കുറച്ച് പൈസയൊക്കെ കിട്ടി. അങ്ങനെ ആ ആപ്പ് ബാംഗ്ലൂരിലുള്ള ഒരു കോളേജ് ആ ആപ്പ് വാങ്ങിയിട്ട് ഇവനെ അവിടെ ഫ്രീ ഓഫ് കോസ്റ്റില് ട്യൂഷൻ ഫീയും ഹോസ്റ്റൽ ഫീയും ഒക്കെ ഒഴിവാക്കി കൊടുത്ത് അവരവന് അഡ്മിഷൻ കൊടുത്തു. അങ്ങനെ ഒരു കൃപ എനിക്ക് കാണാനായിട്ട് ദൈവം അനുവദിച്ചു. അതുപോലെ തന്നെ ഞാൻ 2 ചെടി വാങ്ങിയായിരുന്നു. ആ 2 ചെടിയിൽ ഒന്ന് നന്നായിട്ട് പൂക്കുമായിരുന്നു, മറ്റേത് 1 വർഷമായിട്ടും പൂത്തില്ലായിരുന്നു. അപ്പൊ ആലിസാൻഡി പറയും ബ്ലൂം വേർ യു പ്ലാന്റഡ് എന്ന് പറയായിരുന്നു. അതോർത്ത് ഞാൻ ഈ ചെടിയെ ബ്ലസ് ചെയ്തു. ഐ ബ്ലസ് യു ടു ബ്ലൂം ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞു. അങ്ങനെ 3-4 പ്രാവശ്യം അതിന് ഞാൻ ബ്ലസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചെടി നിറയെ പൂത്തു. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ വിശുദ്ധി. നമ്മൾ മിസ്സിയോയിലായിരിക്കുമ്പോൾ നമ്മളെക്കാൾ സ്പിരിച്വലി ഒത്തിരി ഹയർ വിശുദ്ധി കണ്ട് നമുക്ക് വിശുദ്ധിയിൽ വളരാനായിട്ടും ഈ മെന്ററിങ് എന്നെ സഹായിച്ചു. 2012-13 മുതലുള്ള എൻ്റെ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ എന്നെ നല്ല ആൾക്കാരുടെ ഇടയിലാക്കണേ എന്നുള്ള. ആ പ്രാർത്ഥന ദൈവം ഇപ്പൊ സ്വീകരിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പൂ ചോദിച്ചപ്പോൾ ദൈവം ഒരു പൂക്കാലം തന്നെയാണ് എനിക്ക് തന്നത്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിത്യസത്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് മനസ്സിലായി സുവിശേഷ പ്രഘോഷണമാണ് നമ്മുടെ ഏക ദൗത്യം എന്നുള്ളത്. അത് ഈ മെന്ററിങ്ങിലൂടെ എളിയ തോതിൽ നിർവഹിക്കാനായിട്ടാണെങ്കിലും ദൈവം എന്നെ മിസ്സിയോയിലൂടെ അനുവദിച്ചു. അതിന് ദൈവത്തോടും മിസ്സിയോ ടീം അംഗങ്ങളോടും എല്ലാവരോടും ഞാൻ കൃതജ്ഞതയുള്ളവരായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു സെല്ല ചേച്ചി, വളരെ മനോഹരമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നമ്മുടെ സഹജീവികളോട് മാത്രമല്ല, പ്രകൃതിയെ പോലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ ലഭിച്ചതായിട്ട് ചേച്ചി നിങ്ങളോട് പങ്കുവച്ചു.
ചേച്ചിയെ ഇനിയുള്ള ജീവിതത്തിലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അനേകരിലേക്ക് ദൈവവചനം പകർന്നു കൊടുക്കുവാനായിട്ട് ചേച്ചി ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ നമ്മളോടൊപ്പം റിജോയിൻ ചെയ്തിട്ടുണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി പുതിയ മിഷണറിമാരെ നമുക്ക് ആശംസ അർപ്പിക്കുവാനും സ്വാഗതം ചെയ്യാനും അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷമാണ് ഈ വൈകുന്നേരം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുന്നതിൽ. ഞാൻ അല്പം ലേറ്റായി പോയി. ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഫോൺ ഓഫ് ആയിപ്പോയി. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിലൊക്കെ ലേ മിഷണറി മൂവ്മെന്റിനെ പറ്റിയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസും ചിന്തകളും നടക്കുകയാണ്. നമ്മുടെ സഭാ സംവിധാനത്തിൽ ഒരു ലേ മിഷണറി മൂവ്മെന്റ് ഉണ്ടാകണം എന്നുള്ളതിനെ ആഗ്രഹത്തോടുകൂടെ അതിനുവേണ്ടി നമ്മൾ 2-3 മീറ്റിങ്ങുകൾ കൂടുകയും ഒരു ലേ മിഷണറി മാരെ വാർത്തെടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ കുറേ പേര് താല്പര്യവും ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു മൂവ്മെന്റിന് ഒരു പേര് നൽകുന്നതിനെ പറ്റിയൊക്കെയുള്ള, അതുപോലെ തന്നെ ഒരു എംബ്ലോക്ക് ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെയുള്ള ചിന്തകളുമായി ഡിസ്കഷൻസുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇനിയും അയച്ചു തരാം. നിങ്ങൾക്കത് ബാക്കിയുള്ളവരുമായിട്ട് പങ്കുവെച്ച് ആർക്കെങ്കിലുമൊക്കെ കർത്താവ് ഇൻസ്പയർ ചെയ്ത് അതിനുള്ള പേരുകളോ അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം അത് പങ്കുവെക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെ ഒക്ടോബർ മാസത്തിൽ മിഷൻ മാസം എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ മന്ത് മിഷന് വേണ്ടി ആഘോഷിക്കാനായിട്ട് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒക്ടോബറിലെ മിഷൻ സൺഡേ വരുന്നുണ്ട്. മിഷൻ സൺഡേയോടനുബന്ധിച്ച് തന്നെ ഒരു മിഷൻ മന്ത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? യൂണിവേഴ്സൽ സഭയുടെ അല്ലെങ്കിൽ വ്യക്തിസഭകളുടെ അല്ലെങ്കിൽ നമ്മുടെ രൂപതകളുടെ ഒക്കെ മിഷനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് നമ്മുടെ മിഷൻ എന്നുള്ളതിനെ പറ്റി കൃത്യം ഒരുപക്ഷെ ഒരു ഇടവക സംബന്ധിച്ചുമായി ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ നമ്മുടെ പരിസരവുമായി ബന്ധപ്പെടുത്തിയോ ഒരു എക്സാക്ട്ലി എന്താണ് എൻ്റെ മിഷൻ, വ്യക്തിപരമായിട്ട് എനിക്കുള്ള മിഷൻ എന്താണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒക്ടോബർ മാസം ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു മിഷൻ സൺഡേക്ക് ഒരു കളക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ അത് മാത്രമല്ല, കൃത്യമായ ഒരു ദൗത്യബോധം, വ്യക്തിപരമായിട്ട് ഞാൻ മിഷണറി ആണെന്നുള്ള ബോധ്യം, അതിൽ ഞാൻ എന്തെല്ലാമാണ് ഒരു മിഷൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കൃത്യമായ ഒരു പ്ലാനിങ് നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒക്ടോബറിലേക്ക് നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. ഒപ്പം തന്നെ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കൊന്തയൊക്കെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2-3 കാര്യങ്ങൾ പിന്നെയുമുണ്ട്. അത് നമുക്ക് സാവധാനത്തിൽ ആശയവുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞോളാം. പിന്നെ അടുത്ത ഒരു ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ എല്ലാ ദിവസവും നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു മിഷൻ ഡയറി എന്ന് പറയുന്ന ഒന്ന് സൂക്ഷിച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ മിസ്സിയോയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ആശയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ തമ്പുരാൻ നൽകുന്ന ഇൻസ്പിറേഷൻസ് അനുസരിച്ച് ഞാൻ ചെയ്യുന്ന മിഷൻ പ്രവർത്തനം എന്താണെന്ന് എഴുതി സൂക്ഷിക്കുന്ന ഒരു ഡയറി നമ്മൾ സൂക്ഷിച്ചാൽ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഒന്ന് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രൂപത ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ ഏതാണ്, നമ്മുടെ പാരിഷ് ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ ഏതാണ്, അതിനെപ്പറ്റി ഒരു അവയർനെസ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് അവിടുത്തെ ആ മിഷനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, ഓരോ മിഷൻ പ്രദേശവും വളരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ വളർച്ചയിൽ ആവശ്യമാണ്. അപ്പം നമുക്കറിയാം, ഒരു റിന്യൂവൽ ഒരു പ്രോഗ്രാം അല്ല നമ്മൾ ഈ പ്രോഗ്രാമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിന്യൂവൽ തീർച്ചയായിട്ടും കരിസ്മാറ്റിക് റിന്യൂവൽ ധ്യാനങ്ങളിലൂടെയൊക്കെ നമ്മൾ ലഭിക്കുന്നു. നമ്മൾ ശരിക്കും ഈ പ്രോഗ്രാമുകളോട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു മിഷണറി ആകുക എന്നുള്ളതാണ്. കർത്താവ് അവസാനം പറഞ്ഞല്ലോ, ലോകമെങ്ങും പോവുക, സുവിശേഷം പ്രഘോഷിക്കുക, ശിഷ്യപ്പെടുത്തുക, സ്നാനപ്പെടുത്തുക, പഠിപ്പിക്കുക. അപ്പോൾ ഈ ദൗത്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ലേ മിഷണറി അല്ലെങ്കിൽ വാട്ടെവർ ഓരോരുത്തരുടെയും സ്റ്റേറ്റസ് അനുസരിച്ചുള്ള മിഷണറി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിഷണറി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും, റിന്യൂവഡ് ആകും എന്നുള്ള ഒരു ചിന്ത കൂടി ഞാൻ കൂടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ റിന്യൂവഡ് ആകാൻ ശ്രമിക്കുമ്പോൾ എത്ര റിന്യൂവഡ് ആയാലും നമ്മൾ പൂർത്തിയാവില്ല, മതിയാവില്ല. അതേസമയം നമുക്കറിയാം,
മിഷണറി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതം റിന്യൂഡ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു ചിന്ത ഇത്തരത്തിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഹൃദയം തുറന്ന് നല്ല ഒരു മിഷണറി ആകാനായിട്ട് ആഗ്രഹിക്കാം. അതിനുവേണ്ടി മിസ്യു ചെയ്യുന്ന വലിയ സേവനങ്ങൾ ഞാൻ ഇന്നും വളരെയധികം അപ്രീസിയേഷനോട് കൂടിയാണ് കാണുന്നത്. സഭയുടെ ആസ്ഥാനത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ കമ്മീഷൻ്റെ കപ്പാസിറ്റിയിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളോടും കൂടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാം. എനിക്ക് സമയം ക്ലിപ്തതയിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരൊറ്റ ചിന്ത മാത്രം സ്പെഷ്യലായിട്ട് പങ്കുവച്ച് നിർത്തുകയാണ്. ഇന്ന് സഹോദരി പറഞ്ഞ ഒരു ചിന്ത, നിങ്ങൾ ലോകമെങ്ങും പോവുക, സകല സൃഷ്ടികളോട് സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ മർക്കോസിന്റെ സുവിശേഷത്തിലെ. മത്തായിയുടെ സുവിശേഷം സകല ജനതകളോടും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ മനുഷ്യരോട് മാത്രം സുവിശേഷം പറഞ്ഞാൽ പോരാ, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. അതാണ് ഒരു റിയൽ മിഷണറിയുടെ ദൗത്യം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സുവിശേഷ പ്രഘോഷത്തിന് സാക്ഷി ജീവിതം, ചെവിയിൽ മന്ത്രിക്കൽ, പുരമുകളിൽ പ്രഘോഷിക്കൽ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സകല സൃഷ്ടികളോടും ചെവിയിൽ സുവിശേഷം മന്ത്രിക്കാനും നമ്മുടെ വ്യക്തിപരമായ ജീവിത സാക്ഷ്യം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും സാധിക്കുന്നവരൊക്കെ പുരമുകളിൽ നിന്ന് കർത്താവിനെ പ്രഘോഷിക്കാനും ഇടവരട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും വണക്കം, നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ടോം ചേട്ടനെ എല്ലാവരെയും കാണുന്നു, ടോജിയൊക്കെ കാണുന്നു കേട്ടോ. വലിയ സന്തോഷം. നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് മിഷൻ പ്രവർത്തനം ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് മിഷനറിയായി ജീവിക്കാം എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അച്ഛൻ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുപോലെ അച്ഛൻ്റെ കർമ്മ പദ്ധതിയിലുള്ള മിഷനോട് ബന്ധപ്പെട്ടുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന് അച്ഛൻ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു. അച്ഛൻ്റെ തിരക്കേറിയ ഈ ഒരു തിരക്കിനിടയിലും ഓടി വന്നതിന് ഒത്തിരി നന്ദി പറയുന്നത് അച്ഛൻ. താങ്ക് യു സോ മച്ച്. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം സ്വന്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് അച്ഛൻ. നമുക്ക് വീണ്ടും മിസ്യു എക്സ്പീരിയൻസിലേക്ക് പോകാം. മൂവാറ്റുപുഴയിൽ നിന്നും, മൂവാറ്റുപുഴയ്ക്കടുത്ത വാഴക്കുളത്ത് നിന്നും നമ്മളോടൊപ്പം മറിയാമ്മ ആന്റണി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. മറിയാമ്മ ചേച്ചി, സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മറിയമ്മ ആന്റണി, സബ് ഗ്രൂപ്പ് 1-ൽ നിന്നും. എൻ്റെ ഭർത്താവ് ആന്റണി. ഞങ്ങൾ വാഴക്കുളത്ത് താമസിക്കുന്നു. ഞാൻ 15ാമത്തെ ബാച്ചിലാണ് ആദ്യം ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ബാച്ച്, 2 ബാച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ പല സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നു. ഒത്തിരി ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ കൂടിയിട്ടുണ്ട്. എങ്കിലും മിശോയിൽ വന്നപ്പോൾ ഒരു പ്രത്യേക വരം എനിക്ക് ലഭിച്ചു. അതായത് ബൈബിൾ വായിക്കാനും, ബൈബിൾ ആഗ്രഹത്തോടെ വായിക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നുന്നു. അതിനായിട്ട് ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നേരത്തെ ബൈബിൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്തെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു തേഴ്സ്റ്റ് എനിക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ മിസ്യോ ഗ്രൂപ്പിൽ വന്നതിൽ പിന്നെ ഓരോ വചനങ്ങൾ കിട്ടുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സബ് ഗ്രൂപ്പുകളിൽ വചനം കിട്ടുമ്പോൾ അത് എല്ലാവരും ചേർന്ന് എല്ലാവരും അവരവരുടേതായ ശൈലിയിലുള്ള ബോധ്യങ്ങൾ ഇടുമ്പോൾ അത് നമുക്കും ഓരോ പുതിയ അറിവുകളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ എൻ്റെ കസിൻ ബീന മാത്യു പറഞ്ഞാണ് ഞാൻ ഈ മിസ്യോയിൽ ചേർന്നത്. അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് സബ് ഗ്രൂപ്പുകളിൽ കിട്ടുന്ന മെൻറ്റേഴ്സ് നമ്മളെ വളരാനായിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട്. അവർ നമ്മുടെ എന്ത് സംശയം ചോദിച്ചാലും അവർ നമ്മളുടെ കൂട്ടത്തിൽ ഏത് കാര്യത്തിലും നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. നമുക്കത് കാരണം ഒരു കാര്യത്തിലും ഒരു വിഷമവും വിചാരിക്കേണ്ട കാര്യങ്ങളില്ല ഇതിൽ. പിന്നെ വചനപ്രഘോഷണം നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും, മാമോദീസ മുങ്ങിയ ഏതൊരു വ്യക്തിയുടെയും കടമയാണെന്നുള്ളൊരു ബോധ്യം ഈ മിസ്യോ പ്രിലിംസിൽ വന്നപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ 7 നിത്യസത്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും അതൊന്നും എനിക്ക് അറിയത്തേയില്ലായിരുന്നു. അതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റിയുള്ള ബോധ്യങ്ങളൊക്കെ കിട്ടുന്നതും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഓരോ ആഴ്ചയിലും കിട്ടുന്ന വചനങ്ങൾ വിചിന്തനം ചെയ്യാനും അത് നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ നമ്മുടെ പല പ്രായത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ വചനം പങ്കിടുന്നു. അതൊക്കെ നല്ലൊരു അനുഭവങ്ങളാണ്. പിന്നെ ഇവിടെ അതൊരു വലിപ്പ ചെറുപ്പങ്ങളോ
അങ്ങനെ ഞാൻ വലുതെന്ന് നീ ചെറുതെന്ന് അങ്ങനത്തെ ഒരു ചിന്തകളോ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെയുള്ള ഏക മനസ്സോടെയുള്ള ഒരു പ്രയത്നമാണ് ഞാനിവിടെ കണ്ടത്. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാന്റെ 15:16 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം നിലനിൽക്കുന്നതിനുമായി ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു. അപ്പോൾ ദൈവം എന്നെ സുവിശേഷമേകാനുമായി എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്കിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കിട്ടിയത്. അതിനായി ഫിസിക്കൽ കോഴ്സ് കൂടണമെന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് അത് നടക്കും എന്നുള്ള പ്രത്യാശയോടെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമേൻ. താങ്ക് യു സോ മച്ച് മറിയാൻ ചേച്ചി. അപ്പം ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ ഫിസിക്കൽ കോഴ്സും എത്രയും പെട്ടെന്ന് കൂടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കിട്ടിയിരിക്കുന്ന ബോധ്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഇനിയും അനേകം പേരിലേക്ക് ആ ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഏകദേശം ഈ ഒരു നമ്മുടെ 17ാമത്തെ ബാച്ചിന്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇന്ന് നമ്മുടെ മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഷീന സാബു, മാത്യു ടി വർഗീസ്, ബിജു അഗസ്റ്റിൻ, ഷൈനി തോമസ്, അപ്പച്ചൻ ചേട്ടൻ, ആനി ജോണി, ടെസ് ജെയിംസ്, പുഷ്പ സാമുവൽ, ജിൻസി ബിജു, സെൽഡ ജോർജ്, മറിയാം ആന്റണി, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പം അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അലീസ് ചേച്ചിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു 17ാമത്തെ ബാച്ചിന്റെ സമാപന സന്ദേശത്തിനായിട്ട് അലീസ് ചേച്ചിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. അലീസ് ചേച്ചി മ്യൂട്ടാണ്. സോറി എന്ത് ബോധമില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്യാനല്ലേ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷം നിങ്ങളെയൊക്കെ കാണാനും കേൾക്കാനും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നത് അറിയാനും ഒക്കെ ഇടവരുന്നത് നല്ല കാര്യമാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർത്തോളം, തുടക്കം മുതലേ നമ്മൾ പറയാറുള്ളതാണ്, ഈ ശരിക്കുള്ള കോഴ്സിന്റെ ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് ഈ ഓൺലൈൻ പ്രോഗ്രാം എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതായത് നമ്മൾ സുവിശേഷ പ്രഘോഷകരെ പരിശീലിപ്പിക്കുന്നതിനുള്ള കോഴ്സാണ് നമ്മൾ ഓൺലൈൻ ഇവിടെ റെസിഡൻഷ്യൽ കോഴ്സായിട്ട് നടത്തുന്നത്. അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മളെ അതിനുവേണ്ടി ഒരു പ്രിലിമിനറി കോഴ്സ് മാത്രമാണ് കേട്ടോ. അപ്പൊ ആ കാര്യം എല്ലാവരും ഓർത്തോണം. ഇനി ആർക്കെങ്കിലും വലിയ അസൗകര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യരെല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളും മാസവും ഒക്കെ പറയുകയാണെങ്കിൽ 6 ദിവസം മതിയല്ലോ. ആ സമയത്തിനനുസരിച്ചൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം. നമ്മുടെ ആഗ്രഹം ലോക സുവിശേഷവൽക്കരണം നടക്കണം. ഫ്രാൻസിസിനൊക്കെ നമ്മളോട് ഏതായാലും നമുക്ക് എല്ലാ തരത്തിലും വളരെ അനുകൂലമായ കാലമാണ്. അപ്പൊ എല്ലായിടത്തൂടെയും ഈ ഒരു ഇത് സംഭവിക്കുമ്പം നമ്മളെയൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമാക്കിയതിന് നമുക്ക് ഒത്തിരി തമ്പുരാന് നന്ദി പറയാം. അതേസമയം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണെന്നുള്ളത് നമുക്ക് പ്രത്യേകം ഒന്ന് ഓർക്കാം. ഇത് എങ്ങനെയെങ്കിലും സംഭവിച്ചോളും, ആരെങ്കിലും ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് വിചാരിക്കാതിരിക്കാം. ദൈവം എന്നെയാ പണ്ട് പറഞ്ഞില്ലേ, ആരെനിക്കായി പോകും, ഞാൻ ആരെ അയക്കുക എന്ന കർത്താവ് പറയുന്നത് നമ്മൾ ഓരോരുത്തരോടുമാണ് എന്നുള്ളത് നമുക്കൊന്ന് ഓർക്കുകയും എന്നിട്ട് ശരിക്ക് ഈ ഒരു റെസിഡൻഷ്യൽ കോഴ്സിൽ കൂടാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ നമുക്ക് സ്വാധീനമുള്ള, പരിചയമുള്ള, ബന്ധപ്പെടാനാകുന്ന എല്ലാവരെയും ആദ്യമേ നമ്മൾ ഈ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത് കഴിഞ്ഞ് എല്ലാവരും തന്നെ ഒരു റെസിഡൻഷ്യൽ കോഴ്സ് കൂടാൻ സാധിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ വരുമ്പോഴേക്ക് നമ്മുടെ ചുറ്റുപാടും തന്നെ ശരിക്കും ഒത്തിരി മനുഷ്യര് പ്രിപ്പയർഡ് ആകും. അപ്പൊ പിന്നെ മാമോദിസ മുങ്ങിയവരെല്ലാം പറയല്ലേ, മിഷനറി ഡിസൈപ്പിൾസ്, അതായത് പ്രേക്ഷിത ശിഷ്യരായിട്ട് വരാനിടയാകും. അതിന് നമുക്കൊക്കെ ഇതിന്റെ ഭാഗമാകാനുള്ള അവസരം തന്നതിലും കർത്താവ് നമ്മളെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ സഹകരണത്തോടെ നയിക്കുന്നതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 18ാമത്തെ ബാച്ചിലേക്ക് നിങ്ങളെല്ലാവരും ഒരു 5 പേര്, ഇതിപ്പം ഇതിനകത്ത് കുറച്ച് പേരെ ഇപ്പൊ കേൾക്കുന്നുള്ളെങ്കിലും നമുക്കറിയാം യൂട്യൂബിലൂടെ ധാരാളം പേര് കേൾക്കും. എല്ലാവരും തന്നെ മിനിമം ഒരു 5 പേരെയെങ്കിലും ഈ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് പ്രോത്സാഹിപ്പിച്ച് പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുക. പിന്നെ നിങ്ങൾ റെസിഡൻഷ്യൽ കോഴ്സ് കൂടിയിട്ടില്ലാത്തവരെല്ലാവരും കൂടാനും അതുപോലെ മറ്റുള്ളവരെ കൂട്ടാനും ഒക്കെ നമുക്ക്
ഒന്ന് ശ്രമിക്കാം. ഏതായാലും 18ാമത്തെ ബാച്ചിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അതിലേക്ക് ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരികയും നമ്മളെല്ലാവരും പരമാവധി ആൾക്കാരോട് ഈ സുവിശേഷം പങ്കുവെക്കാൻ, ഓരോ ദിവസവും കണ്ടുമുട്ടുന്നവരോടൊക്കെ പങ്കുവെക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും മനോഭാവത്തിലൂടെയും ഒക്കെ ശ്രമിക്കുകയും ചെയ്യാം. ജെയിംസ് പിതാവ് വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹപൂർവ്വം ഞാനും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ജീവിതത്തിൽ പലയിടത്ത് വെച്ച് കാണാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ എളിയ വാക്കുകളെ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ. ആമേൻ. താങ്ക് യു സോ മച്ച് അരശ്വരി ചേച്ചി. വളരെ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ വളരെ ചുരുക്കിയ സമയത്താണേലും എല്ലാവരെയും ഒത്തിരി ആവശ്യത്താൽ നിറയ്ക്കുവാനായിട്ട് ചേച്ചിയുടെ ഓരോ മെസ്സേജിനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും അനേകരെ ആ ഒരു മിഷൻ വീക്ഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ആലപ്പുഴ രൂപതാധ്യക്ഷൻ ഉയർത്തിയ ജെയിംസ് അനാവറമ്പിൽ പിതാവ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പിതാവിന്റെ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിന് ഇടയിലും വളരെ വിസ്തൃതമായ രൂപതയിലെ ഡ്യൂട്ടിക്കിടയിലും നമ്മളോടൊപ്പം ഇന്ന് ആശംസാ സന്ദേശം അറിയിക്കുവാനായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. പിതാവെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. ഞാൻ ഐ ആം വിത്ത് യു ഫോർ സം മോർ ടൈം. അതുകൊണ്ട് ഞാനൊരു അല്പനേരം ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ എന്തെങ്കിലും ആശംസ പറഞ്ഞോളാം. ഞാൻ ഇന്ന് രാവിലെ ഒന്ന് ശുശ്രൂഷയെ പറ്റി ഒന്ന് കുറച്ച് കേട്ടിരുന്നു. ഇത് 18ാമത്തെ ബാച്ച് വർഷത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. എന്തായാലും ഒരല്പനേരം നിങ്ങളെ ഒന്ന് ഞാനൊന്ന് ഫോളോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ എന്താണ് അടുത്ത പ്രോഗ്രാം. അതിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ഞാനും ഐ വിൽ ഓൾസോ ഷെയർ സംതിങ് ഫോർ യു. ഞാനിപ്പോഴാണ് തിരക്ക് പിടിച്ച് നേരെ മുറിയിലേക്ക് വന്നതേ ഉള്ളൂ. ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്ന് തുറന്നുകൊള്ളു. അന്ന് കഴിഞ്ഞിട്ട് ഐ വിൽ ആഫ്റ്റർ 10 minutes ഐ വിൽ സ്പീക്ക് സംതിങ്. ഓക്കെ. പിതാവ് ഷെയറിംഗ് എല്ലാം കഴിഞ്ഞു. കാരണം പിതാവ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഷെയറിങ്ങുകളെല്ലാം കഴിഞ്ഞു. പിതാവിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ ഓക്കെ. താങ്ക് യു ചെമ്പറ. ഞാനൊരു പ്രോഗ്രാമിനെ എനിക്കൊന്ന് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയില്ല. അലിസേച്ചി പലപ്പോഴും എന്നോട് ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അത് വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു മിഷൻ പ്രവർത്തനമാണെന്ന് അറിയാം. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പൊതുവായിട്ടൊക്കെ പറയാനായിട്ട് സാധിക്കുള്ളൂ. റാദർ ദാൻ പർട്ടിക്കുലറി ഈ ഒരു മൂവ്മെന്റിനായിട്ട് ഓറിയന്റ് ചെയ്യുവാനൊക്കെ പറയുന്നു. എനിക്ക് ഉള്ള ഒരു അനുഭവവും അതുപോലെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ശുശ്രൂഷയിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു വരുന്നത് ഈ സഭയുടെ 2 വളർച്ചയാണ്. ഒന്ന് സഭയുടെ ഒരു സ്ട്രക്ചറൽ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ സഭയുടെ മൂവ്മെന്റ്. സഭയിലൊരു നമുക്കറിയാവുന്ന പോലെ കർത്താവിന്റെ ശരീരം ഒരേ സമയം അതിനകവും പുറമുണ്ടെന്ന് നമ്മൾ പറയും. അകമെന്ന് പറയുന്നത് നാം അനുഭവിക്കുന്ന ആത്മീയ കൃപയുടെ ഇന്നത്തെ ഈ കീ വാക്യത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്ന പോലെ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് നീ എൻ്റെ പുത്രനാണ്. പക്ഷെ അത് ക്രിസ്തുവിലുള്ള ഗ്രേസിലൂടെ ഉള്ളൊരു നമ്മുടെ ദൈവ കാരുണ്യ കൃപയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു പുത്രത്വം, ഒരു ബീങ് ദ ഫീലിയേഷൻ. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ നവജന്മം പ്രാപിച്ചവരാണ്. അവിടെയാണ് ഇതെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. ജ്ഞാനസ്നാനത്തിൽ ആരംഭിച്ചത്. പക്ഷെ ഇറ്റ്സ് എ ഗ്രോത്ത്. അത് ഗ്രേസിലൂടെ ഉള്ള വളർച്ചയിലൂടെയാണ് നമ്മളുടെ ഫീലിയേഷൻ രൂപപ്പെടുന്നത്. ഫാദർ എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദൈവത്തോടുള്ള സംഭാഷണമായിട്ടാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുക. ആത്മാവിന്റെ സഹായം കൂടാതെ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ ആത്മാവിലുള്ള വളർച്ചയാണ് നമ്മൾ ഈശോയെ പറ്റി പറയുന്ന ഒരു ആപാനുഭവം. അത് ആപാനുഭവം തുടങ്ങുന്നത് ഈശോയുടെ ജനന നിമിഷത്തിലുണ്ട്. 12ാമത്തെ വയസ്സിൽ അവിടുന്ന് ആപാനുഭവത്തെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളോട് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനാകും. ലൂക്കായുടെ സുവിശേഷത്തില് ഈ പറയുന്ന 2ാം അധ്യായത്തിൽ പറയുന്ന ഈ ആപാനുഭവം, പിതാവിന്റെ ഭവനം, ഒരു വിധത്തിൽ അത് വളരെ ഒരു മറിയവും യൗസേപ്പിനോടൊപ്പം എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു. ജെറുസലേം ദേവാലയത്തിൽ പോകുമ്പോൾ മറിയവും യൗസേപ്പും ഈ ശിശുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ദൈവത്തിന്റെ ഭവനമാണ്, ദൈവം നമ്മുടെ പിതാവാണ്, ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളോട് പഠിപ്പിച്ചു പോരുന്നു. പിന്നെ വീട്ടിലും
സിനഗോഗിലും ഒക്കെ പല ആഴ്ചകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ജെറുസലേമിൽ പോയിരുന്ന, അതും പെസഹ തിരുനാൾ അവസരത്തിലാണെന്നാണല്ലോ ലൂക്കാസ് സുവിശേഷം. പക്ഷെ 12ാമത്തെ വയസ്സിൽ ചെല്ലുമ്പോൾ അത് ഒരു വളർച്ചയുടെ ഒരു വാട്ടർമാർക്ക് പീരീഡ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയാം. യഹൂദർക്ക് 12 വയസ്സിലെ ആൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. അതിനെ ബാർ മിത്സ്വ, ഉടമ്പടിയുടെ പുത്രൻ എന്ന് വിളിച്ച് 12ാമത്തെ വർഷത്തിൽ 8ാമത്തെ ദിവസം ചേതനാചാരത്തിലൂടെ പിതാവായ അബ്രാഹവും ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ ഒരുവൻ പങ്കുചേരുന്നുവെങ്കിലും 12ാമത്തെ വയസ്സിലാണ് ഈ ഉടമ്പടിയുടെ കൽപ്പനകള് അത് ബാധ്യസ്ഥതയോടുകൂടെ സ്വന്തം ഉത്തരവാദിത്വത്തില് ഒരുവൻ കാത്തുസൂക്ഷിക്കേണ്ട, നമ്മളുടെ ഭാഷയിലേക്ക് പറഞ്ഞാൽ നമ്മൾ ഈ പാരമ്പര്യം അനുസരിച്ച് ജ്ഞാനസ്നാനം, ആദ്യ കുർബാന കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ കോൺഫർമേഷൻ, സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന പതിവ് നമുക്കുണ്ടല്ലോ. പൗരസ്ത്യ പാരമ്പര്യത്തിൽ അത് 3 ഒരുമിച്ചാണ് നൽകുന്ന പാരമ്പര്യം നമുക്കുണ്ട്. എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരു അഡൾട്ട് സ്റ്റേജിലേക്കുള്ള പ്രവേശനത്തില് കർത്താവ് എത്തുന്നത് ഇത് പിതാവിന്റെ ഭവനം. അതൊരു, എനിക്ക് തോന്നുന്നു, ദേവാലയത്തെ പറ്റിയുള്ള, സഭയെ പറ്റിയുള്ള, നമ്മളുടെ കൂട്ടായ്മയെ പറ്റിയുള്ള ഒരു റാഡിക്കൽ തിരിച്ചറിവാണ്. എല്ലാ വ്യക്തികളും നമ്മളുടെ രൂഢമൂലമായേണ്ട ഒരു ആത്മബോധം നമ്മള് പിതാവിന്റെ മക്കളെന്ന്. അവിടെയാണ് ഒരു ക്രൈസ്തവ ഐഡന്റിറ്റി അതിന്റെ പക്വതയിലേക്ക് പ്രവേശിച്ചു. ഇനി അതിന്റെ വളർച്ചയാണ് ഈ 12 വയസ്സില് അവസാനം ഈശോയെ പറ്റി പറയുന്ന വാക്കുകൾ. അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും കൃപയിലും മനുഷ്യന്റെ ദൈവത്തിനുമായ പ്രീതിയിൽ വളർന്നു. ആ നിമിഷം മുതൽ അതിനു മുമ്പും ഉണ്ടായിരുന്നു, പക്ഷെ ബോധപൂർവമായിട്ട് വളർച്ചയെ മാർക്ക് ചെയ്യുന്നത് ഗ്രേസിലുള്ള വളർച്ചയാണ്, കൃപയിലുള്ള വളർച്ച. അത് പൗലോസ്ലീഹ ഈ നമ്മുടെ മൂലവാക്യമായിട്ടെടുക്കുന്ന തിമോത്തിക്ക് എഴുതിയ 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അനേകം സാക്ഷികൾ എന്ന് പറയുന്നത് ക്രൈസ്തവ കൂട്ടായ്മയിൽ സ്വീകരിച്ചവർ, സഭാ സമൂഹങ്ങളിൽ സ്വീകരിച്ചവർ, പൊതു ആരാധന വേളയിലൂടെ പഠിപ്പിക്കപ്പെട്ടവർ, അതല്ലെങ്കിൽ അവരുടെ ഈ അപ്പസ്തല പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ പ്രബോധനങ്ങളില്, അപ്പമുറിക്കൽ ശുശ്രൂഷയില്, പ്രാർത്ഥനയില്, കൂട്ടായ്മയിലൂടെയൊക്കെ രൂപപ്പെട്ടുള്ള ഒരു തിരിച്ചറിവാണ്. കാരണം അനേകം സാക്ഷികളുടെ മുൻപിൽ നിനക്ക് നൽകപ്പെട്ടവയാണ് നീ പഠിപ്പിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയിലേക്ക് വളരണം. തൊട്ട് താഴെ നമ്മൾ കേൾക്കുന്ന വാക്യം, അങ്ങനെ നീ ഒരു ക്രിസ്തുവിന്റെ ഒരു പടയാളിയാകുന്ന വിധത്തിൽ നീ അതിനായിട്ടുള്ള ഒരു സാക്ഷിയായിട്ട് മാറണം. അത് പടയാളി കഠിനാധ്വാനത്തിൽ നിൽക്കുന്നവനാണ്, ആജ്ഞയ്ക്ക് കീഴിലുള്ളവൻ. ഈശോയെ പറ്റി പറയുന്നവൻ ദൈവത്തോടുള്ള അനുസരണയില്ല, മനുഷ്യരോടുള്ള ഇത് ആ ഒരു വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നമ്മൾ ഒരേ സമയം പ്രബോധകരും അതേസമയം തന്നെ നമ്മൾ പ്രബോധനം സ്വീകരിക്കുന്നവരാണ്, നമ്മളെ ശിഷ്യരാണ്. ഈ ഒരു കാര്യം നമ്മുടെ ചക്രവാളത്തിൽ നമ്മുടെ ആത്മീയത്തെ നാം ചിട്ടപ്പെടുത്തുമ്പോൾ നമുക്ക് എപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ്, ശിഷ്യനാണ് മറ്റുള്ളവരെ ശിഷ്യരാക്കും. ആദ്യം നമ്മൾ ശിഷ്യപ്പെടുകയും ശിഷ്യത്വത്തിൽ വളർന്നുകൊണ്ടാണ് മറ്റുള്ളവരുടെയും ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ പൗലോസ്ലീഹ പറയുന്ന പോലെ നീ കൃപയില്, ഗ്രേസില് വളർന്നുകൊണ്ടാണ് എൻ്റെ മകനായിട്ട് മാറുന്നത്. മൈ സൺ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ എൻ്റെ പറയുന്നത്. കൃപയില് ഉള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം. ഇപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇതാണ്, നമുക്ക് ഈ സഭയ്ക്കുള്ളില് സഭാ സംവിധാനങ്ങളുടെ ഒരു ആത്മീയ ചൈതന്യം നാം ഓരോരുത്തരും ദൈവ പൈതൽ എന്നുള്ള ഒരു വിളിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്. ശിഷ്യത്വം പുത്രത്വത്തിലേക്ക്, പുത്രസ്വീകാര്യതയിലേക്ക്, പാപാനുഭവത്തെ ആഴപ്പെടുത്തുന്നതായിട്ട് മാറും. അത് നമ്മുടെ സ്ട്രക്ചറിൽ, ഒരു കൂട്ടായ്മയിൽ നമ്മൾ അനുഭവിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കരീസ്മയിലും നമ്മൾ അനുഭവിക്കണം. അതുകൊണ്ടാണ് എല്ലാ കാര്യസവും സവിശേഷം നമ്മുടെ എവാഞ്ചലൈസേഷൻ, നമ്മുടെ കാര്യസത്തിലുള്ള വളർച്ച ഈ ഡിവൈൻ ഫീലിയേഷനിലുള്ള ഒരു വളർച്ച തന്നെയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് പൗലോസ്ലീഹ പറയുന്ന ക്രിസ്തുവിന്റെ
പക്വതയ്ക്കൊത്ത മനുഷ്യരായിട്ട് നമ്മൾ വളരുന്നത് വരെ നമ്മില് ഈ തുടർ രൂപീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈദിക പരിശീലനത്തിലായിരുന്നു എൻ്റെ കൂടുതൽ നാളുകളും ചെലവിട്ടെന്ന് പക്ഷേ എന്നെ അടുത്ത് പരിചയമുള്ളവർക്ക് അറിയാൻ സെമിനാരി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വൈദിക പരിശീലനത്തിന്റെ ചാർട്ടർ ഓഫ് ഫോർമേഷൻ പരിശീലനത്തിന്റെ മാനുവലിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് പരിശീലനത്തിന് 2 ഘട്ടമുണ്ട്. ഒന്ന്, ഒരാള് സെമിനാരിയിൽ ചേർന്ന് വൈദികനാവുന്നവരെ എത്തുന്ന ഒരു ഫേസ് ഉണ്ട്. അത് ആദ്യത്തെ ഫേസ്. അത് കഴിഞ്ഞുള്ള ഒരു ഫേസാണ് പൗരോഹിത്യ സ്വീകരണം മുതൽ അവസാനം വരെ നിൽക്കുന്ന ഓൺഗോയിങ് ഫോർമേഷൻ, തുടർ പരിശീലനം. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഫേസുകൾ, ഒരു തുടർ പരിശീലനം, അതാണ് ആഴപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നപ്പോൾ ഈ വർഷം തോറും ലഭിക്കുന്ന അല്ലെങ്കിൽ ബാച്ചുകളായി വന്ന് സംബന്ധിക്കുന്നവരുണ്ട്. അത് 1 2 പല വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. ചിലരെ സ്ഥിരമായിട്ടും ആഴപ്പെട്ടും വളരുന്നവരുണ്ട്, ചിലരെ പുതിയ ഫ്രഷേഴ്സ് ആയിട്ട് വരുന്നവരുണ്ട്. ഇത് നമ്മൾ ഏറ്റവും സീനിയർ മുതൽ ഏറ്റവും ഫ്രഷറായിട്ട് വരുന്നവർ വരെ ഈ ഒരു ഫീലിയേഷനിലേക്കുള്ള വളർച്ചയിലാണ്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വളർച്ച. ഈശോ ഈ ആബ എന്നുള്ള അനുഭവം 12 വയസ്സിൽ തുടങ്ങുന്നു. പിന്നീട് അനുഭവം ജീവിതം ആരംഭിക്കുന്ന വേളയിൽ സവിശേഷമായിട്ട് ജ്ഞാനസ്നാന വേളയിൽ ദൈവം തന്നോട് സംസാരിച്ച സ്വരമായിട്ട്, അല്ലെങ്കിൽ ദൈവം ആകാശത്തിൽ നിന്ന് ശിഷ്യർക്ക് വെളിപ്പെടുത്തപ്പെട്ട സ്വരമായി, നീ എൻ്റെ പ്രിയപുത്രനാവുന്നു, അല്ലെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു, ഇവനെ ശ്രവിക്കുവിനെന്നുള്ള ആ ഒരു സ്വരത്തിലൂടെ പരസ്യജീവിതം ആരംഭിക്കുന്ന വീണ്ടും ഈ ഒരു പിതൃ അനുഭവത്തോടുകൂടിയാണ്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശു വളർന്നത് ഈ ദൈവാനുഭവത്തെ, ഇതെന്റെ പിതാവാണ്, എൻ്റെ പിതാവിന്റെ ഭവനം എന്നുള്ള വിധത്തിൽ വളരുന്ന അവിടുന്ന് 30ാമത്തെ പരസ്യജീവിതം ആരംഭിച്ചപ്പോഴും കേട്ട വാക്കത് തന്നെയാണ്, യു ആർ മൈ ബിലവഡ് സൺ. പിന്നെ അവിടുത്തെ വെളിപാടെല്ലാം ഈ പിതാവിനെ വെളിപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷം അധിക താളുകളും നീക്കി വെച്ചിരിക്കുന്നത് പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയും. ഞാനും പിതാവും ഒന്നാവുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശു പറഞ്ഞു വെച്ചുള്ള പിതാവിന്റെ വരികയും പിതാവിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നത്. ഒത്തിരി യോഹന്നാന്റെ സുവിശേഷം നമ്മെ ഈ ഒരു പിതൃ അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിന്റെ ക്ലൈമാക്സ് കർത്താവ് മരിക്കുന്നത് ഈ പിതൃ അനുഭവത്തോടുകൂടിയാണ്. പിതാവെ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ഗെത്സമനി, പിതാവെ എങ്ങളുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന കുരിശ്. ഏതായിരുന്നാലും നമ്മൾ ക്ലൈമാക്സ് ഈസ് ഫാദർ. സോ കർത്താവിന്റെ തിരിച്ചറിവില് 12 വയസ്സിൽ ഫാദർ, പരിശീലനം ആരംഭിക്കുമ്പോൾ ഫാദർ, പിന്നെ മുഹൂർത്തങ്ങളാകുന്ന ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ പറയുന്ന കർത്താവിന്റെ രൂപാന്തരീകരണ സമയം ഫാദർ, ഗെത്സമനിയില് ഫാദർ, കുരിശില് ഫാദർ. ഉദ്ധാനത്തിന് ശേഷവും ഈശോ തുടരുന്ന ഈ അനുഭവം തന്നെ. മഗ്ദലേനയ്ക്കുള്ള പ്രത്യക്ഷീകരണ വേളയായിരുന്നു എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക്, നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്കും ആരോപണം ചെയ്തു. പിതാവിന്റെ അടുത്തുനിന്ന് ഞാൻ കണ്ടെത്തുകയും അവിടെ നിന്ന് വാഗ്ദാനം ആവുന്ന പരിശുദ്ധാത്മാവിനെ അയക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്കും നിങ്ങളുടെ പിതാവിന്റെ, എൻ്റെ ദൈവത്തിന്റെ അടുത്തേക്കും നിങ്ങളുടെ ദൈവം. യഥാർത്ഥത്തില് മഗ്ദലേനയ്ക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്നതും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ അറിയിക്കാൻ ആവശ്യപ്പെടുന്നതുമായ സുവിശേഷത്തിന്റെ രത്ന ചുരുക്കം ഇതാണ്. ക്രിസ്തു വളരുന്ന പിതാവിലേക്ക് നടത്തിയ വളർച്ച, പിതാവിലേക്ക് പോകുന്നത് പോലെ അത് ഇനി മുതൽ നിങ്ങളും കടക്കേണ്ടതാണ്. എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ്, എൻ്റെ പിതൃാനുഭവം നിങ്ങളുടെ പിതൃ, എൻ്റെ ദൈവാനുഭവം നിങ്ങളുടെ ദൈവാനുഭവം. പിതൃത്വത്തിലേക്കുള്ള വളർച്ച, ദൈവത്തെ പിതാവെ, ഞാൻ ദൈവത്തെ ഒരു എന്താ പറയുന്നത്, നിങ്ങളെ ചിലർക്കെങ്കിലും എന്തെങ്കിലും പിതാവ് എന്നുള്ള വാക്ക് മാതാവെന്നും കൂടി ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെ സംശയമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നമ്മളൊരു ജെൻഡർ കൊണോട്ടേഷൻ എന്നല്ല ഈ പിതാവ് എന്നുള്ള സംജ്ഞയെ അനുഭവത്തെ മനസ്സിലാക്കും. പക്ഷെ ഉറവിടം, സോഴ്സ്, ഡെപ്ത്, ഈശോയുടെ അഗാധത്തിലുള്ള
എവിടെ നിന്ന് താൻ വരുന്നു, എവിടേക്ക് താൻ ചലിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആ ഇതൊരു അനുഭവമാണ് ഈ ടെക്സ്റ്റിനെ തൊട്ട് മുമ്പും താഴെയുമായിട്ട് പറയുന്നത്. നീ എന്നിൽ നിന്ന് കേട്ടവ അനേകം സാക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടവർ മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു സാക്ഷിയായിട്ട്, ഒരു അധ്യാപകയായിട്ട് മാറുക. അധ്യാപകരുടെ ജോലി ശിഷ്യത്വമാണ്, പഠിപ്പിക്കലാണ്. ഈശോ അതായത് സുവിശേഷതയാണ്, നിങ്ങൾ പോയി ലോകമെങ്ങും പോയി എല്ലാവരെയും പഠിപ്പിക്കുകയും. അപ്പോൾ ആ ഒരു അധ്യാപനം ഈ ഒരു അനുഭവത്തിലുള്ള ആഴങ്ങൾ പങ്കിടുകയും ആഴങ്ങളിലേക്ക് നാം രൂപപ്പെടുകയും അങ്ങനെ നമ്മൾ യേശുവിനെ അനുകരിച്ച് ശിഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തെ മാതൃകയെ നൽകുന്ന നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കും ദൈവാനുഭവത്തിൽ ആഴപ്പെടുവാനുള്ള ഒരു യാത്രയായിട്ട് മാറപ്പെടും. ശിഷ്യത്വം ഒരിക്കലും അത് പൂർണ്ണത, മരണം വരെ പൂർണ്ണത എത്തുന്നില്ല, മരണത്തിലാണ് ശിഷ്യത്വത്തിന്റെ ക്ലൈമാക്സ്. അതുകൊണ്ട് മരണം എസൻഷ്യലി നമ്മുടെ അവസാനം, നമ്മുടെ ശിഷ്യത്വത്തിന്റെ മുദ്രവെക്കലാണ് എന്നതും കൂടി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നമ്മളുടെ പത്രോസിനോട് ഈശോ വിളിക്കുമ്പോൾ പറഞ്ഞ ആദ്യത്തെ വാക്ക് നീ എന്നെ അനുഗമിക്കാനാണ്. ഈശോ പത്രോസിനോട് കർത്താവ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്കും നീ എന്നെ അനുഗമിക്കുന്ന. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം തീരുമ്പോൾ പത്രോസുമായിട്ടുള്ള സംഭാഷണം, നീ എന്നെ സ്നേഹിക്കുന്നു, ആടുകൾ മേയിക്കുക, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വിദ്യുതൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞതെല്ലാം പറഞ്ഞതിന് ശേഷം പത്രോസിന്റെ മരണത്തെ പറ്റി എല്ലാം പറഞ്ഞു. എന്നിട്ട് തുടർന്ന് പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഈ ഒരു ശിഷ്യത്വം ഒരു റാഡിക്കലാണ്, അത് തുടർ വളർച്ചയാണ്. അതിൻ്റെ ദൈവ മക്കളെന്നുള്ള ഭാവാപിതാവ് എന്നുള്ള അനുഭവത്തിൽ ആഴപ്പെടലാണ്. അത് ഭാവാനുഭവം നമ്മെ ഈ ഒരു യേശുവിനെ പോലെ 12 വയസ്സിലൊക്കെ നമ്മൾ പരിചിതമാകുന്ന ഒരു ടെമ്പിൾ സ്ട്രക്ചർ, ആരാധന അനുഭവങ്ങൾ, സമൂഹ അനുഭവങ്ങൾ, പ്രാർത്ഥന തുടങ്ങുകയും ഉടനീളം ജീവിതത്തിൽ വളരുകയും അത് ജീവിതത്തിന്റെ ക്ലൈമാക്സ് വരെ എൻ്റെ പിതാവെ എൻ്റെ മക്കൾ ഞാൻ എൻ്റെ ആത്മാവ് ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു മുഹൂർത്തം വരെ നീളുകയും പുനരുത്ഥാനത്തിന് ശേഷവും നമുക്ക് ഈശോ പങ്കുവെച്ച് നൽകുന്നത് ഈ പിതാവിനെയാണ് എന്നുള്ള ആഴമായ ബോധം നമ്മെ ചലിപ്പിക്കട്ടെ. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ വായന, പ്രാർത്ഥനകള്, സാക്ഷ്യങ്ങള്, സമൂഹപരമായി നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങള്, മറ്റെല്ലാ വിധങ്ങളിലും എല്ലാത്തിലും ഒരു ആഴമായ നമ്മുടെ ജ്ഞാനസ്നാന അനുഭവം, അതിന്റെ വളർച്ചയും പൂർത്തീകരണം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥനാപൂർവമായ ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും അല്പനേരം വല്ല സംഭാഷണങ്ങളില്, ചോദ്യങ്ങളിലൂടെയോ വല്ല റിമാർക്കുകളിലൂടെയോ വല്ലതും നിങ്ങൾ പറയുവാനോ ചോദിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഐ ആം റെഡി. ഫോർഗീവ് മീ, ഞാൻ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തൊരു കാര്യത്തിൽ ഞാൻ അല്പം മാറിയിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ആ മീറ്റിംഗ് അവിടെ പാലാട്ട് നടക്കുന്നു. എന്റെ സ്വരം ഒരുപക്ഷെ നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താങ്ക് യു. താങ്ക് യു പിതാവേ, ഒത്തിരി നന്ദി. പിതാവ് സമയമില്ലാത്ത സമയത്ത് ഓടി വന്നതിന് ഒത്തിരി നന്ദി. ഞങ്ങൾ ഇനി ഇടയ്ക്ക് ശല്യപ്പെടുത്തും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് പിതാവേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പിതാവിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് മറ്റൊരു മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ഇവിടെ വന്നതിനും, നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവ് എന്നുള്ള അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരികയാണെന്നുള്ളതും, നമ്മൾ അനുഭവിച്ച പിതാവിന്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ഞങ്ങൾ ഉദ്ബോധിപ്പിച്ച പിതാവിന് ഞങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന പുതിയൊരു ദൗത്യത്തില് പിതാവിന്റെ വാക്കുകൾ ഒത്തിരി പ്രചോദനാത്മകമാണ്. ഞങ്ങളെ എല്ലാം പിതാവ് പറഞ്ഞതുപോലെ ഞങ്ങളെ ജീവിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും ശ്രമിക്കുന്നതാണ് എന്ന് ഉറപ്പു തരുന്നു. പിതാവിന്റെ എല്ലാ ഉദ്യമങ്ങളിലും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഞാൻ സൈൻ ഓഫ് ചെയ്യാമല്ലോ അല്ലേ? ഹലോ, ഷുവർ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അടുത്തതായി നമ്മുടെ 17ാമത്തെ പ്രിലിംസ് ബാച്ച് വളരെ മനോഹരമായിട്ട് നമ്മളിവിടെ പര്യവസാനിക്കുകയാണ്. ഇതിന്റെ പിന്നണിയിലും പ്രവർത്തിച്ച ഒത്തിരി പേർക്കുണ്ട്. അവർക്കെല്ലാം നന്ദി പറയുന്നതിനായിട്ടും അനൗൺസ്മെന്റ് ചെയ്യാനായിട്ടും ഞാൻ സീന ക്ലൈറ്റസ്
കർത്താവ് ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും പ്രഥമ ദൗത്യമായ സുവിശേഷ പ്രഘോഷണം എല്ലാവരും ഏറ്റെടുക്കണമെന്ന ലക്ഷ്യത്തോടെ മിസ്സിയോ ടീം ഒരുക്കിയ 17ാമത്തെ ബാച്ച് 10 ആഴ്ചയോളമായി നടന്ന ഈ കോഴ്സ് വിജയപ്രദമായി നടത്താൻ നമ്മെ അനുഗ്രഹിച്ച ത്രിയേക ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. പല തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ കൂടെ ചില അവസരങ്ങളിൽ അഭിവന്ദ്യ ജോയ് ആലപ്പാട്ട് പിതാവ് സന്നിഹിതനായിരുന്നു. പിതാവിന്റെ സാന്നിധ്യത്തിൽ മിസ്സിയോ ടീമിന്റെ നന്ദി അറിയിക്കുകയാണ്. മിസ്സിയോ ടീമിന്റെ അനിമേറ്റർ നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛന്റെ സ്നേഹനിർഭരമായ സന്ദേശങ്ങളും വൈദിക ആശീർവാദങ്ങളും മിസ്സിയോ ടീമിന് എന്നും കരുത്തേകുന്നു. ഈ ഒരു അവസരത്തിൽ അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. താങ്ക് യു ഫാദർ. നമ്മുടെ ഈ കോഴ്സിന്റെ ഓരോ ആഴ്ചയിലും ഫൈനൽ ബ്ലെസ്സിങ്ങും സന്ദേശങ്ങളും നൽകാനായിട്ട് ഒത്തിരി വൈദികർ സന്നിഹിതരായിരുന്നു. അവരുടെ എല്ലാം ബിസി ഷെഡ്യൂൾ എല്ലാം മാറ്റിവെച്ച് അവര് നമുക്ക് ആശീർവാദങ്ങൾ നൽകുകയായിരുന്നു. എല്ലാ വൈദികരെയും ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥനയോടെ ഓർത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. തിളക്കമാർന്ന പുഞ്ചിരിയാലെ ഈ കോഴ്സിന്റെ ആദ്യ അവസാനം നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ സമ്പന്നമാക്കുകയും നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മുടെ പ്രത്യുത്തരങ്ങൾ എന്തായിരിക്കണമെന്ന് ഓരോ ക്ലാസ്സിലൂടെയും വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കി തന്ന പ്രൊഫസർ CC ആലീസ് കുട്ടി, ആലീസ് അമ്മച്ചിയെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. താങ്ക് യു ആലീസ് അമ്മച്ചി. മിസ്സിയോ ടീമിന്റെ അടുത്ത തിളക്കമാർന്ന വ്യക്തിത്വങ്ങളാണ് മിസ്റ്റർ ടോമിച്ചൻ പുല്ലങ്കാവെങ്കിൽ ആൻഡ് മേഴ്സി ടോമിച്ചൻ. രണ്ടുപേരുടെയും മിസ്സിയോ ടീമിന് വേണ്ടിയുള്ള നിസ്വാർത്ഥമായ സേവനങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തതാണ്. ജീവിതത്തിൽ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായാലും പ്രയോറിറ്റി സെറ്റ് ചെയ്ത് മിസ്സിയോ ടീമിനൊപ്പം ഏത് സമയത്തും ആർക്കും അവൈലബിൾ ആകുന്ന വ്യക്തിത്വമാണ് മിസ്റ്റർ ടോമിച്ചൻ പുല്ലങ്കാവെങ്കിൽ. രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. മിസ്സിയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സൂം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നവീൻ ജോസ് ആണ്. നവീന്റെ നല്ല മനസ്സിന് ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു നവീൻ. 10 ആഴ്ച നീളുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ വിജയപ്രദമായി നടത്തുക എന്നുള്ളത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. അവരെ ഈ ഒരു അവസരത്തിൽ ഓർക്കാതിരിക്കാൻ, നന്ദി പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ ബാച്ചിന്റെ മെയിൻ കോർഡിനേഷൻ നടത്തിയത് സ്നേഹമുള്ള നമ്മുടെ വത്സമ്മ ജോസഫ് ആൻഡ് ടീമായിരുന്നു. വളരെ പക്വതയോടെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ വത്സമ്മ ചേച്ചിക്കും ടീമിനും സാധിച്ചു. മിസ്സിയോ ടീമിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് ഇതിന്റെ മൊബിലൈസേഷൻ. അത് കാര്യക്ഷമമായി നിർവഹിച്ചത് മിസ്റ്റർ ക്ലീറ്റസ് പോൾ ആൻഡ് ടീമായിരുന്നു. ഈ ഒരു അവസരത്തിൽ മിസ്റ്റർ ക്ലീറ്റസ് പോളിനും ടീമിനും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ ഒരു കോഴ്സ് വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി കോർഡിനേഷനുകൾ ഉണ്ട്. സമയപരിമിതി മൂലം ഞാൻ അതിന്റെ ഹെഡ് ആയിട്ടുള്ളവരെ മാത്രം അറിയിക്കുകയാണ്. ജപമാല കോർഡിനേഷൻ ലിസി സണ്ണി ആൻഡ് ടീമാണ്. ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ബിഗിനിങ് ആൻഡ് കൺക്ലൂഡിംഗ് സോങ് രജിത് TM ആൻഡ് ടീമാണ്. അവരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ബൈബിൾ റീഡിംഗ് ആൻഡ് പ്രയർ മിസ്സിസ് പുഷ്പ ആന്റണി ആൻഡ് ടീമായിരുന്നു. ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. വേർഡ് ഓഫ് ദി ഡേ ചെയ്തത് എന്നും നമ്മുടെ റോസ് ആന്റിയും ടീമുമാണ്. ആന്റിക്കും ടീമിനും ഒത്തിരി നന്ദി പറയുന്നു. MC കോർഡിനേഷൻ ചെയ്തത് ജിഷ റോസ് ആൻഡ് ടീമാണ്. അവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ടെസ്റ്റിമണി കോർഡിനേഷൻ നടത്തിയത് മിസ്സിസ് സതി സോളമൻ ടീമായിരുന്നു. മിസ്സിയോ ടീമിന്റെ നന്ദി അറിയിക്കുന്നു. പ്രൊക്ലമേഷൻ കോർഡിനേഷൻ നടത്തിയത് മിസ്റ്റർ പൗലോസ് MIN ടീമായിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. മെന്റേഴ്സ് കോർഡിനേഷൻ ചെയ്തത് മിസ്സിസ് ബീന മാത്യു ആൻഡ് ടീമായിരുന്നു. അവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. സബ് ഗ്രൂപ്പ് കോർഡിനേഷൻ നടത്തിയത് ലിസമ്മ അഗസ്റ്റിൻ ആൻഡ് ടീമായിരുന്നു. അവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഫൈനൽ ബ്ലെസ്സിങ്ങിനായി വൈദികരെ ഒരുക്കിയത് മിസ്റ്റർ ടോമിച്ചൻ പുല്ലങ്കാവിലായിരുന്നു. ടോമിച്ചേട്ടന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. റിപ്പീറ്റേഴ്സ് ഗ്രൂപ്പ് കോർഡിനേഷൻ നടത്തിയത് സാലി വർഗീസ് ആൻഡ് ടീമാണ്. അവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാ ടീമുകളും അവരേറ്റെടുത്ത ഉത്തരവാദിത്തം അതിന്റെ പരിപൂർണതയിൽ നിർവഹിക്കാനായിട്ട് സാധിച്ചു. ദൈവകൃപയാല് എല്ലാ ടീമിനും ഒന്നുകൂടി നന്ദി പറയുകയാണ്.
മിസിയോ പ്രിലിംസ് കോഴ്സിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് എപ്പോഴും മെന്റേഴ്സിന്റെ സഹകരണത്തോടു കൂടിയാണ്. അവരുടെ നിസ്വാർത്ഥമായ സഹകരണം ഇതിന് ഏറെ അത്യാവശ്യമാണ്. ഈ ഒരു അവസരത്തിൽ ഈ 17ാമത്തെ ബാച്ചിൽ മെന്റേഴ്സായ എല്ലാ മെന്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ മിസിയോ ടീമിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സ്ലൈഡ് പ്രസന്റേഷൻ നടത്തിക്കൊണ്ട് മിസിയോ കോഴ്സിനെ സമ്പന്നമാക്കിയ എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങൾക്കും അവരുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഈ 10 ആഴ്ചക്കാലം ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അടുത്തതായി 1-2 അനൗൺസ്മെന്റ്സ് ഉണ്ട്. മിസിയോ പ്രിലിംസ് 18ാമത്തെ ബാച്ച് ഓഗസ്റ്റ് മാസം 23-ാം തീയതി ശനിയാഴ്ച ആരംഭിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഈ ഒരു ബാച്ചിന്റെ ലിങ്ക് ഇടുക. മാക്സിമം ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് 38ാമത്തെ ബാച്ച് സെന്റ് ക്ലാരറ്റ് ട്രെയിനിങ് സെന്റർ, ഇമ്മാനുവൽ ഭവൻ, ജൂലൈ 14 മുതൽ 19 വരെ നടത്തുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ കോഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. താങ്ക് യു. വത്സൽ ചേച്ചിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കോഴ്സ് കോർഡിനേഷൻ നടത്തിയ സീന ചേച്ചിക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അതുപോലെ ഇന്നത്തെ നന്ദി പ്രകാശനത്തിനും നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മളോടൊപ്പം ആദ്യ അവസാനം ഇന്നും നമ്മളോടൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആനിമേറ്റർ അച്ഛൻ അഗസ്റ്റിൻ മുടിയത്തച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സമാപന ആശീർവാദത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ഞാൻ ക്ഷണിക്കുകയാണ്. അഗസ്റ്റിനച്ഛ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും മടുത്തോന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ അധികം സമയം എടുക്കുന്നില്ല കാര്യങ്ങൾ. ഞാൻ വിലാപത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. എനിക്ക് തോന്നുന്നു ഈ മിസിയോ കോഴ്സിൻ്റെ തുടക്കത്തിൽ തൊട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റിയും അത് കാത്തിരിക്കുന്നവർക്കും അതിനെ പ്രകീർത്തിക്കുന്നവർക്കുമെല്ലാം ഉള്ള അവസരമായിരുന്നു. അതെങ്ങനെ പ്രഘോഷിക്കണം, എങ്ങനെ പറയണം, എങ്ങനെ അനുഭവിക്കണം എന്നൊക്കെ നമ്മൾ കേട്ടും വായിച്ചും ധ്യാനിച്ചുമൊക്കെ നമ്മൾ ഈ 10 ആഴ്ച പോവുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് സമാപനം കുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ കോഴ്സിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന പോലെ ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഓരോ വ്യക്തികളിൽ നിന്ന് കേൾക്കുമ്പോഴും അത് പുതിയതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും നവീനമായിട്ടുള്ള സ്നേഹം. അവിടുന്നാണ് എൻ്റെ ഓഹരി, അവിടുത്തെ കാത്തിരിക്കുന്നവർക്ക് എന്നും അവിടുന്ന് സമീപസ്ഥനാണ്, കർത്താവ് നല്ലവനാണ്. ഈ ഒരു സന്ദേശമാണ് നമുക്ക് ബൈബിള് തരുന്നത്. നമ്മുടെ അനുഭവം അതാണ്, നമുക്ക് പങ്കുവയ്ക്കാനുള്ള സന്ദേശവും അതാണ്. അപ്പോൾ ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്, അവരെ എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക്, കൂടുതൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഇത് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ പൂർത്തീകരണം പാലിസ് ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ ഫിസിക്കൽ കോഴ്സാണ്. ഇന്നിപ്പം ഞങ്ങളിവിടെ ഒരു ഇംഗ്ലീഷ് കോഴ്സ് കഴിഞ്ഞു. ഇനി തിങ്കളാഴ്ച മുതൽ മലയാളത്തിലുള്ള അടുത്ത കോഴ്സ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ സാധിക്കുന്നവർ എല്ലാവരും ഈ കോഴ്സുകളിൽ കൂടെ പങ്കെടുക്കുവാനും അങ്ങനെ കുറെ കൂടെ സ്നേഹം വ്യക്തിപരമായി അടുത്ത് ജീവിച്ച്, ഒരു കുടുംബമായിട്ട് ജീവിച്ച്, ഒരു സമൂഹമായിട്ട് ജീവിച്ച് ആ സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെ അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരസ്പര പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം എന്നും പുതിയതാണ്, അതൊരിക്കലും അസ്തമിക്കുന്നില്ല. സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ലല്ലോ. ദൈവത്തിന് പ്രകാശിക്കാനായിട്ട് മാത്രമേ കഴിയുള്ളൂ, സ്നേഹത്തിന് സ്നേഹിക്കുവാൻ മാത്രമേ കഴിയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
താങ്ക് യു സോ മച്ച് അച്ഛാ. താങ്ക് യു. ആദ്യ അവസാനം ഇന്നും ഞങ്ങളോടൊപ്പം ഉള്ള ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന അച്ഛനെ ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. താങ്ക് യു. നമുക്ക് സമയം ഏകദേശം 9:30 കഴിഞ്ഞു. നമുക്ക് സമാപന ഗാനത്തിലേക്ക് പോകാം. ജിലീഷ് അതിനേശം ക്ഷണിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ. നന്ദിയുണ്ട് ദൈവമേ നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ.